ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമെറ്റിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ മക്കളുടെ മാത്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. ഫ്രാക്ഷൻസ് എന്നാണ് ഈ ചാപ്റ്ററിന്റെ പേര്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഓൾറെഡി ഇതിന്റെ മലയാളം മീഡിയംകാർക്ക് വേണ്ട ഭിന്നസംഖ്യകൾ എന്നുള്ള പാഠം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ STD7 മാത്സ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. അതല്ല ഇനി 7ാം ക്ലാസ്സിന്റെ എല്ലാ വിഷയങ്ങളുടെ വീഡിയോസും വേണമെങ്കിൽ STD7 ഓൾ സബ്ജക്ട്സ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കുക. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. മൾട്ടിഫോൾഡ് മൾട്ടിപ്ലിക്കേഷൻ. A packet of sugar weighs 2 kilograms. How many kilograms is 4 such packets? ഒരു പാക്കറ്റ് ഷുഗർ 2 കിലോഗ്രാം ആണ്, 2 കിലോഗ്രാംസ് ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള 4 പാക്കറ്റ്സ് ചേർന്നാൽ ടോട്ടൽ എത്ര കിലോഗ്രാം ആവും എന്നാണ് ചോദ്യം. നമുക്കറിയാം, സിമ്പിൾ ആണല്ലേ. മെന്റലി തന്നെ നമുക്ക് മാത്ത് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ്? 4 ടൈംസ് 2 ചെയ്യുക. അതായത് 4 ടൈംസ് 2 എന്ന് പറഞ്ഞാൽ 2 + 2 + 2 + 2 is equal to 8 kilograms ആയിരിക്കും. What if they are half kilogram packets? ഇനി ഇത് ഹാഫ് കിലോഗ്രാം, 2 കിലോഗ്രാമിന് പകരം ഹാഫ് കിലോഗ്രാം ആണ് ഓരോ പാക്കറ്റ് എന്നുണ്ടെങ്കിൽ 4 പാക്കറ്റ്സ് ചേർന്നാൽ എത്രയായിരിക്കും? 1 kilogram in 2 packets എന്ന് പറയുമ്പോൾ 2 kilograms in 2 packets എന്ന് പറയുമ്പോൾ 4 packets. അതായത് 2 ഹാഫ് ചേർന്നാൽ 1 ആയി, 1 കിലോഗ്രാം ആയി. വീണ്ടും 2 ഹാഫും കൂടെ ചേർന്നാൽ വീണ്ടും 1 ആയി. 1 + 1 is equal to 2 ആയി. 2 kilograms ആണ് ടോട്ടൽ ആവുന്നത്. That is 4 times half a kilogram is 2 kilograms. In terms of numbers alone, 4 times half is 2. ഇനി just as we wrote 4 times 2 as 4 into 2, we can write 4 times half as 4 into 1/2. നമ്മൾ 4 times 2 എന്ന് പറഞ്ഞാൽ 4 into 2 എന്നല്ലേ എഴുതാം. അതുപോലെ തന്നെ 4 times half എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 4 into 1/2. ഹാഫിനെ നമുക്ക് 1/2 എന്നല്ലേ എഴുതുന്നത്. That is 4 into 1/2 equal to 4 times half. Half plus half plus half plus half, അല്ലെങ്കിൽ 1/2 plus 1/2 plus 1/2 plus 1/2 which is equal to 2. ഇനി ഇതുപോലെയുള്ള മറ്റൊരു കണക്കാണ് നോക്കുന്നത്. A bottle holds a quarter liter of water. How much water is needed to fill 3 such bottles? ഒരു ബോട്ടിൽ 1/4 ലിറ്റർ, അതായത് 1/4, 1/4 ഭാഗം വെള്ളമുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള 3 ബോട്ടിൽസ് ചേർന്നാൽ ടോട്ടൽ എത്ര ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് മെന്റലി തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇങ്ങനെ ക്വാർട്ടർ പ്ലസ് ക്വാർട്ടർ ഹാഫ് ആയി, പിന്നെ അതിലേക്ക് ഒരു ക്വാർട്ടറും കൂടെ കൂടുമ്പോൾ എന്തായിരിക്കും? 3/4 അല്ലേ? 3/4 ഓഫ് ലിറ്റർ ആയി, 3/4 ഓഫ് എ ലിറ്റർ ആയി. നമുക്കത് നമ്പേഴ്സിന്റെ ഇതിൽ എങ്ങനെ എഴുതാം? 3 times 1/4 is 3/4 എന്ന് എഴുതാം. പ്രൊഡക്റ്റ് ആയിട്ട് 3 times 1/4, 3 into 1/4 is equal to 3 times 1/4 equal to 3/4. 3യെ നമ്മൾ 1/4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 3/4 കിട്ടുന്നു എന്ന് പറയാം. Another problem. 5 strings each a quarter meter long are placed end to end. What is the total length? ഇനി ക്വാർട്ടർ മീറ്റർ നീളമുള്ള, അതായത് 1/4 മീറ്റർ ലെങ്ത് ഉള്ള 5 സ്ട്രിങ്സ്, 5 ചരടുകൾ നമ്മൾ ഒരുമിച്ച് വെക്കുകയാണ്, എൻഡ് ടു എൻഡ് ആയിട്ട് വെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ലെങ്ത് ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ആണ്. 5 ടൈംസ് നമ്മൾ 1/4 ചെയ്യേണ്ടി വരും. ഒന്നുകിൽ 1/4 + 1/4 + 1/4 അങ്ങനെ 5 ടൈംസ് ആഡ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റിന്റെ രൂപത്തിൽ നമുക്ക് 5 into 1/4 എന്ന് എഴുതാം. 5 times 1/4 എന്ന് വെച്ചാൽ 5/4 ആണ്. ഈ 5/4 എന്നുള്ളത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അതിൽ നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 5/4 ചെയ്ത് നോക്കാം. 5ൽ 4 1 ടൈം പോകും. സോ 1 into 4 is equal to 4 ആണ്. 5 minus 4 is equal to 1. സോ 1/4. മുകളിലുള്ള ആൻസർ ആയ 1 ആദ്യം എഴുതും, പിന്നെ താഴെ വരുന്ന റിമൈൻഡർ എഴുതും. 1 ഡിവൈഡഡ് ബൈ, നമ്മൾ ഏത് സംഖ്യയാണോ ഡിവൈഡ് ചെയ്തത് അത് താഴെ എഴുതും, 4. ഓക്കെ, 1/4 ആണ് വരുന്നത്. Do the following problems mentally. Write each as how many times and also as a product. താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ മെന്റലി കാൽക്കുലേറ്റ് ചെയ്യണം. ഓരോന്നും എത്ര ടൈം ആണെന്ന് പ്രൊഡക്റ്റിന്റെ രൂപത്തിൽ എഴുതുകയും വേണം. Question 1. Each piece of a pumpkin weighs a 1/4 kilogram. What is the weight of 2 pieces together? What is the weight of 4 such pieces? 6 pieces. അപ്പോൾ ഒരു പംപ്കിൻ, അതായത് നമ്മളുടെ ഒരു മത്തങ്ങ, ഒരു 1/4 കിലോഗ്രാം ആണ് ഉള്ളത്. 1/4, ക്വാർട്ടർ എന്ന് വെച്ചാൽ 1/4 കിലോഗ്രാം ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള 2 പീസ് എത്ര കിലോഗ്രാം ഉണ്ടായിരിക്കും? 4 പീസസ് എത്ര ഉണ്ടായിരിക്കും? 6 പീസസ് എത്ര ഉണ്ടായിരിക്കും? സോ നമുക്ക് ചെയ്യാം. വെയിറ്റ് ഓഫ് എ പംപ്കിൻ പീസ് എന്ന് പറയുന്നത് ഈക്വൽ ടു 1/4 കിലോഗ്രാം ആണ്. സോ 2 സച്ച് പീസസ് ആണെങ്കിൽ എത്ര ഉണ്ടായിരിക്കും? 2 into 1/4, 2/4 ഈക്വൽ ടു, നമുക്ക് അതിനെ ചെറുതാക്കി എഴുതാം. 2നെയും 2 വെച്ച് ഡിവൈഡ് ചെയ്യാം, 4നെയും 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. സോ 1/2 കിലോഗ്രാം ആണ്, ഹാഫ് കിലോഗ്രാം ആണ് ആൻസർ. ഇനി 4 സച്ച് പീസസ് ആയാൽ എത്ര ഉണ്ടായിരിക്കും? വെയിറ്റ് ഓഫ് 4 സച്ച് പീസസ് എത്രയാണ് മക്കളെ? 4 into 1/4, 4/4 ഈക്വൽ ടു
എത്രയാണ് 1 കിലോഗ്രാം ആണ്. ഇനി 6 പീസസ് ആയാലോ 6 into 1/4 6/4. 6നെയും 4നെയും നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. 6നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 3, 4നെ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ 2. സോ 3/2 കിലോഗ്രാം ആണ് ആൻസർ. ഇനി ക്വസ്റ്റ്യൻ 2, we can fill a cup with 1/3 of a liter of milk. How much milk is needed to fill 2 cups, 4 cups? ഒരു കപ്പില് 1/3 ലിറ്റർ മിൽക്ക് നിറയ്ക്കാം. അതായത് 1/3 ഒരു ലിറ്റർ മിൽക്ക് നിറയ്ക്കാം. അങ്ങനെയാണെങ്കിൽ 2 കപ്പ് നിറയ്ക്കാനെങ്കിൽ ടോട്ടൽ എത്ര മിൽക്ക് വേണം? 4 കപ്പ് നിറയ്ക്കണമെങ്കിലോ. സോ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതാം. ഒരു കപ്പിലുള്ള മിൽക്ക് എത്രയാണ്? 1/3 ആണ് അല്ലെ. അതായത് 1/3. ഓക്കെ, അത്ര ലിറ്റർ. അങ്ങനെയാണെങ്കിൽ 2 കപ്പിൽ വേണ്ടത് 2 into 1/3 is equal to 2/3 ലിറ്റർ. 4 കപ്സിൽ വേണ്ടത് 4 into 1/3 which is equal to 4/3. Question 3, what is the total length of 4 pieces of ribbons, each of length 3/4 of a meter? What about 5 pieces? ഒരു റിബണിന്റെ ലെങ്ത് 3/4 ആണ്, അതായത് 3/4 മീറ്റർ ആണ്. അങ്ങനെയുള്ള 4 റിബണുകൾ ചേർന്നാൽ ടോട്ടൽ എത്ര ലെങ്ത് ആവും? 5 റിബണുകൾ ചേർന്നാലോ. സോ ലെങ്ത് ഓഫ് 1 റിബൺ എന്ന് പറയുന്നത് 3/4 മീറ്റർ ആണ്. സോ 4 റിബൺസ് ആകുമ്പോൾ 4 into 3/4. 4 into 3/4 എന്ന് വെച്ചാൽ 4 into 3 equal to 12. 12/4. 12/4 നമുക്ക് ചെയ്തുകൂടെ? യെസ്, 3 ആണ്, 3 മീറ്റർ ആണ്. ഇനി 5 പീസസ് ആയാൽ 5 into 3/4. 5 into 3 15 ആണ്. 15/4. നമുക്കിതിനെ വേണമെങ്കിൽ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതാം. 15/4 എത്രയാണ്? 15 divided by 4 ചെയ്യുമ്പോൾ 15ൽ 4 3 ടൈംസ് പോവും. 3 into 4 12 ആണ്. 15 minus 12 is equal to 3 ആണ്. സോ 3/4 ആണ് ആൻസർ. Question 4, it takes 1/4 hour to walk around a playground once, or quarter hour to walk around a playground once. Question 1, how much time does it take to walk 4 times around at the speed to what about 7 times? ഒരാൾക്ക് ഒരു പ്ലേ ഗ്രൗണ്ടിന് ചുറ്റും ഒരു റൗണ്ട് നടക്കാൻ ക്വാർട്ടർ അവർ ടൈം എടുക്കും, അതായത് 1/4 മണിക്കൂർ സമയം എടുക്കും. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള 4 റൗണ്ട് നടക്കാൻ എത്ര ടൈം എടുക്കും? അതേ സ്പീഡിൽ തന്നെ. പിന്നെ 7 റൗണ്ട് നടക്കാനോ? നമുക്ക് എടുക്കുന്ന സമയം എന്താണ്? 1 റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം ടൈം is equal to ക്വാർട്ടർ അവർ ആണ്, അതായത് 1/4 അവർ ആണ്. സോ ഫോർ ടൈംസ് വർക്ക് ചെയ്യാൻ എത്ര ടൈം എടുക്കും? 4 into 1/4 equal to 4/4 is equal to 1 hour. Question 2, what about 7 times? 7 റൗണ്ട് നടക്കണമെങ്കിൽ എത്ര ടൈം എടുക്കും? 7 into 1/4 equal to 7/4. വേണമെങ്കിൽ നമുക്ക് മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റാം. 7 divided by 4 is equal to 7ൽ 4 1 ടൈം പോവും. 1 into 4 is equal to 4. 7 minus 4 is equal to 3. So 1 3/4 ആണ് ആൻസർ. Now let's look at the calculations in such problems. നമുക്കിപ്പോൾ ചെയ്ത പ്രോബ്ലംസിന്റെ കാൽക്കുലേഷൻസ് നോക്കാം. വാട്ട് ഈസ് 2 times 1/3? 2 times 1/3 എന്ന് വെച്ചാൽ എന്താണ്? 2 into 1/3 equal to 1/3 plus 1/3 which is equal to 2/3. വാട്ട് അബൌട്ട് 3 times? 3 times ആണെങ്കിൽ 3 into 1/3, അതായത് 1/3 plus 1/3 plus 1/3 is equal to 3/3 ആണ്, which is equal to 1. ഓക്കെ, അതാണ് 1 എന്ന് എഴുതിയിരിക്കുന്നത്. To get 4 times of 1/3, 4 times 1/3 ആണെങ്കിൽ we need just add a 1/3 to it. അതായത് ഈ 3 times 1/3യിലേക്ക് ഒരു 1/3 കൂടെ ആഡ് ചെയ്താൽ 4 times 1/3 ആയില്ലേ? യെസ്. അപ്പൊ 3 times 1/3 എന്ന് വെച്ചാൽ 1 ആണെന്ന് നമുക്കറിയാം. അപ്പൊ 4 times 1/3 ആകുമ്പോൾ 1/3. ആ 1ഉം ആ 3 times 1/3യുടെ 1ഉം പിന്നെ അതിലേക്ക് ഒരു എക്സ്ട്രാ 1/3 കൂടെ ആഡ് ചെയ്തത്, അങ്ങനെയാണ് 1/3 വരുന്നത്. Can be done this way also. ഇങ്ങനെയും ചെയ്യാം. എങ്ങനെ? 4 times 1/3. 4 times നമ്മൾ 1/3 ആഡ് ചെയ്യുക. സോ 1 plus 1 plus 1 plus 1 divided by 3 equal to 4/3 which is equal to നമ്മൾ അതിനെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് എഴുതുമ്പോൾ 4 divided by 3 ചെയ്യുക. അപ്പോൾ നമുക്ക് 1/3 എന്ന് കിട്ടും. How do we calculate 4 times 2/3? 4 times 2/3 ആണെങ്കിലും ഇതുപോലെ തന്നെ നമ്മൾ 4 times 2/3 ആഡ് ചെയ്യുക. സോ 2 plus 2 plus 2 plus 2 divided by 3. 4 into 2 8/3 എന്ന് കിട്ടും. അതും നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതാം. സ്പ്ലിറ്റിംഗ് 8 ആസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ആൻഡ് റിമൈൻഡർ എങ്ങനെ വരും മക്കളെ? 8/3 നമ്മൾ 3യുടെ മൾട്ടിപ്പിളും റിമൈൻഡറും കൂടി ആക്കിയിട്ട് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 8നുള്ളിൽ വരുന്ന 3യുടെ ഏറ്റവും വലിയ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? 6 ആണല്ലേ. 2 into 3 equal to 6. സോ 6ഉം പ്ലസ് 2, അതായത് 8ൽ നിന്ന് ബാക്കിയുള്ള 2. 6 plus 2 divided by 3. 6/3 എന്ന് വെച്ചാൽ 2.
പിന്നെ ബാക്കി 2/3. സോ 2/3 ആണ് ആൻസർ. വാട്ട് അബൌട്ട് 10 times 2/3? 10 times 2/3 ആണെങ്കിലോ അതുപോലെ തന്നെയാണ്. 10 into 2 ഡിവൈഡ് ഈക്വൽ ടു 20 ആണ്. 20/3. 20യിൽ വരുന്ന 3യുടെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ഏറ്റവും വലിയ സംഖ്യ 18 ആണ്. അതായത് 6 into 3 ആണ് 18. സോ 18 ഡിവൈഡഡ് ബൈ 18 plus 2 divided by 3 എന്ന് വരും. 18 divided by 3 എന്ന് വെച്ചാൽ 6, പിന്നെ ബാക്കിയുള്ള 2/3. 6 2/3 എന്നാണ് ആൻസർ വരുന്നത്. Now try this problem. 3/4 liters of milk in a bottle. How many liters in 7 such bottles? ഒരു ബോട്ടിലില് 3/4 ലിറ്റർ പാലുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള 7 ബോട്ടിൽസിൽ എത്ര ഉണ്ടായിരിക്കും? സോ നമുക്ക് ചെയ്യേണ്ടി വരുന്നത് എന്താണ്? 7 times 3/4 ആണ് അല്ലെ. 7 into 3/4 എന്ന് വെച്ചാൽ 21/4 ആണ്. 21നെ നമ്മൾ 4ന്റെ മൾട്ടിപ്പിളും റിമൈൻഡറും ആക്കിയിട്ട് മാറ്റി എഴുതുമ്പോൾ നമുക്ക് 24ന്റെ ഏറ്റവും വലിയ മൾട്ടിപ്പിൾ 21ന്റെ ഉള്ളിൽ വരുന്നത് 20 ആണ്. അതായത് 5 times 4. സോ 20 plus 1 divided by 4. 20/4 plus 1/4. 5 1/4 ആണ് ആൻസർ. സോ 5 1/4 times liters in 7 bottles. Now try these problems. Question 1. The weight of an iron block is 1/4 kilogram. What is the total weight of such 15 blocks? 16 blocks. ഒരു അയൺ ബ്ലോക്കിന്റെ ഒരു ഇരുമ്പ് കട്ടയുടെ ഭാരം എന്ന് പറയുന്നത് 1/4 കിലോഗ്രാം ആണ്, അല്ലെങ്കിൽ 1/4 kilograms ആണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള 15 ബ്ലോക്സ് ചേർന്നാൽ ടോട്ടൽ എത്ര ഉണ്ടായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ ചെയ്യേണ്ടത് 15 into 1/4 ആണ്. 15 into 1/4 എന്ന് വെച്ചാൽ 15/4. ഇതിന് നമുക്ക് 15നെ നമുക്ക് 4ന്റെ മൾട്ടിപ്പിളും റിമൈൻഡറും ആക്കിയിട്ട് എങ്ങനെ മാറ്റി എഴുതാം? 15ൽ വരുന്ന 4ന്റെ ഏറ്റവും വലിയ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? 12 ആണ്. സോ 12 plus 3 divided by 4 എന്ന് എഴുതാം. 12/4 plus 3/4. 12/4 എന്ന് വെച്ചാൽ 3 ആണ്. 3/4 ആണ് ആൻസർ. ഇനി 16 ബ്ലോക്സ് ആണെങ്കിലോ? 16 ആണെങ്കിൽ നമ്മൾ 16 into 1/4 ചെയ്യണം. 16/4 ആണ്. 16/4 നമുക്ക് മുഴുവനായിട്ടും അങ്ങനെ തന്നെ ഡിവൈഡ് ചെയ്യാം. 4. സോ 4 kilograms ആണ് ആൻസർ. Question 2. Some 2 meter long rods are cut into 5 pieces of equal length. What is the length of each piece? What is the total length of 4 pieces of 10 pieces? ഒരു 2 meters നീളമുള്ള ഒരു റോഡ് ഈക്വലി ലെങ്ത് ഉള്ള 5 കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതിൽ ഓരോ കഷ്ണത്തിന്റെയും ലെങ്ത് എത്രയായിരിക്കും? പിന്നെ അതിലെ തന്നെ 4 കഷ്ണങ്ങൾ എടുത്താൽ എത്ര ലെങ്ത് ഉണ്ടാവും? 10 കഷ്ണങ്ങൾ എടുത്താൽ എത്ര ലെങ്ത് ഉണ്ടാവും? അതാണ് 3 ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം 2 meter ആണ് റോഡിന്റെ ലെങ്ത്. അത് ഈക്വലി 5 പീസായി കട്ട് ചെയ്താൽ ഒന്നിന്റെ ലെങ്ത് 2/5 meters ആയിരിക്കും. സോ ക്വസ്റ്റ്യൻ 2 എന്താണ്? 4 പീസ് ആണെങ്കിലോ? സോ 4 into 2/5 ചെയ്യേണ്ടി വരും. 4 into 2/5 എന്ന് വെച്ചാൽ 4 into 2 8 ആണ്. 8/5. 8/5 വേണമെങ്കിൽ നമുക്ക് ഫ്രാക്ഷനിൽ നിന്ന് മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതാം. 8 divided by 5. 8ൽ 5 1 ടൈം പോവുള്ളൂ. 1 into 5 is equal to 5 ആണ്. 8 minus 5 is equal to 3 ആണ്. സോ ആൻസർ is 1 3/5 ആണ് ആൻസർ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? 10 പീസസ് ആണെങ്കിൽ 10 into 2/5 ചെയ്യേണ്ടി വരും. സോ 10 into 2/5 എന്ന് വെച്ചാൽ 20/5 ആണ്. 20യെ നമുക്ക് പൂർണ്ണമായിട്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. 20/5 is equal to 4 ആണ്. സോ 4 meters ആയിരിക്കും ആൻസർ. Question 3. 5 liters of milk is filled in 6 bottles of the same size. 5 ലിറ്റർ പാല് ഒരേ വലുപ്പമുള്ള 6 ബോട്ടിലിലേക്ക് തുല്യമായിട്ട് വിതരണം ചെയ്തു. അങ്ങനെയാണെങ്കിൽ how many liters of milk does each bottle hold? ഓരോ ബോട്ടിലും എത്ര മിൽക്ക് ഉണ്ടാവും? how many liters in 3 bottles together? 3 ബോട്ടിലുകളിലെ പാൽ എത്രയാണ്? in 4 bottles 4 ബോട്ടിലുകളിലേത് എത്രയാണ്? സോ 5 ലിറ്റർ ഈക്വലി 6 ബോട്ടിലേക്ക് വീതിച്ചു കൊടുക്കുമ്പോൾ ഒരു ബോട്ടിലുള്ള മിൽക്ക് എന്ന് പറയുന്നത് 5/6 liters ആയിരിക്കും. ഇനി 3 ബോട്ടിൽ എടുത്താലോ? 3 into 5/6 ചെയ്യണം. 3 into 5/6 എന്ന് വെച്ചാൽ 15/6. 3 into 5 15 ആണ്. സോ 15/6. 15 നമുക്ക് 6 കൊണ്ട് വേണമെങ്കിൽ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതാം. 6ലേക്ക് മാറ്റുമ്പോൾ 15ൽ എത്ര തവണ 6 പോകും? 2 ആണ്. 2 into 6 is equal to 12 ആണ്. 15 minus 12 is equal to 3 ആണ്. സോ 2 3/6 ആണ് ആൻസർ. ഇത് തന്നെ 4 ബോട്ടിലാണെങ്കിലോ? 4 into 5/6 ചെയ്യേണ്ടി വരും. 4 into 5 is equal to 20 ആണ്. 20/6 ആണ്. മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ 20ൽ 3 times 6 പോകും. 3 into 6 is equal to 18 ആണ്. 20 minus 18 is equal to 2 ആണ്. സോ 3 2/6 ആണ് ആൻസർ. ഈ 2/6നെ നമുക്ക് വേണമെങ്കിൽ ചെറുതാക്കിയിട്ട് 1/3 എന്ന് എഴുതാം. സോ 3 1/3 എന്ന് നമുക്ക് ആൻസർ എഴുതി കൊടുക്കാം. പാർട്ട് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ.
A 6 meter long ribbon is cut into 2 equal pieces. What is the length of each piece? ഒരു 6 മീറ്റർ നീളമുള്ള റിബണ് 2 പീസായിട്ട് ഈക്വലി കട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഓരോ പീസിന്റെ ലെങ്ത് എത്രയായിരിക്കും? സിമ്പിൾ ആണ്, 6/2 = 3 meters ആയിരിക്കും അല്ലെ. ഹാഫ് ഓഫ് 6 meters, that is 3 meters. Half means 1 of 2 equal parts, that is 1/2. So half or 1/2 of 6 meters is 3 meters. In terms of numbers alone, 1/2 of 6 is 3. നമുക്ക് അങ്ങനെയും എഴുതാം. Just as in the case of multiples, parts can also be written as products, that is half into 6 or 1/2 into 6 equal to 1/2 of 6 equal to 3. മൾട്ടിപ്ലിക്കേഷന്റെ ഫോമിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ എഴുതാം. Suppose we divide a 6 meters long ribbon into 3 equal pieces. ഇനി 6 മീറ്റർ നീളമുള്ള റിബൺ നമ്മൾ 3 ഈക്വൽ പീസ് ആക്കിയിട്ടാണ് മാറ്റുന്നതെങ്കിലോ, അപ്പൊ ഓരോന്നും 6/3 ആയിരിക്കും, അതായത് 2 meters ആയിരിക്കും. മൾട്ടിപ്ലിക്കേഷന്റെ ഫോമിൽ നമുക്ക് എങ്ങനെ എഴുതാം? 1/3 of 6 is 2, അല്ലെങ്കിൽ 1/3 into 6 is equal to 2 എന്ന് പറയാം. നോക്കൂ, പ്രൊഡക്റ്റിന്റെ ഫോമിൽ നമുക്ക് തന്നിട്ടുണ്ട് 1/3 into 6 is equal to 2. What if we divide a 2 meter long string into 3 equal pieces? ഇനി 2 മീറ്റർ നീളമുള്ള ഒരു സ്ട്രിങ് നമ്മൾ 3 ഈക്വൽ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും ഓരോന്നും വരിക? ഓരോന്നും 2/3 ആയിരിക്കും. We can divide each meter into 3 equal parts and then take 2 parts together. നോക്കൂ, ആദ്യം 2 മീറ്റർ നമ്മൾ 3 ഈക്വൽ പാർട്സ് ആക്കി, അതില് ഒന്നില് ഒരു പാർട്ട് എന്ന് പറയുമ്പോൾ 1/3. നമുക്ക് ആ സെക്കൻഡ് പിക്ചറിൽ വന്നിരിക്കുന്നത് അതാണ്. 2/3 നമ്മൾ വീണ്ടും 2 കഷ്ണമാക്കുമ്പോൾ 1/3 കിട്ടും. Then 1/3 of 2 meters is 2/3 meters. In terms of numbers alone, 1/3 of 2 is 2/3. Writing as product, മൾട്ടിപ്ലിക്കേഷന്റെ ഫോമിൽ നമുക്ക് എങ്ങനെ എഴുതാം? 1/3 into 2 equal to 2/3. ഇനി another problem, മറ്റൊരു ചോദ്യമുണ്ട്. What is a quarter of 5 kilogram? 5 kilogramന്റെ ക്വാർട്ടർ അല്ലെങ്കിൽ 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/4 into 5 ആണ് അല്ലെ. The quarter of 4 kilogram is 1 kilogram. 1/4 കിലോഗ്രാം അല്ലെങ്കിൽ ക്വാർട്ടർ കിലോഗ്രാം നമ്മൾ 4 തവണ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 1 kilogram ആവുന്നത്. അപ്പൊ 5 ടൈംസ് ആണെങ്കിൽ എന്ത് വരും? 5 ടൈംസ് ക്വാർട്ടർ എടുക്കുകയാണെങ്കിൽ അതിലേക്ക് ഈ 1 kilogramലേക്ക് ഒരു ക്വാർട്ടർ കൂടെ വരും, അതായത് 1/4 എന്ന് വരും. Now do 3 problems in head, then write each as a part and also as a product of numbers. നിങ്ങളോട് മനക്കണക്കായിട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആ നമ്പറിന്റെ പ്രൊഡക്റ്റും മൾട്ടിപ്പിളും ആക്കിയിട്ട് എഴുതുകയും വേണം. ഓക്കെ, so first question, 9 liters of milk is divided equally among 3 children. How many liters will each get? 9 ലിറ്റർ പാല് 3 കുട്ടികൾക്ക് ഈക്വലി ആയിട്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിലും ഓരോരുത്തർക്ക് എത്ര കിട്ടും? സിമ്പിൾ അല്ലേ, 9/3 or 9 divided by 3 is equal to 3 liters കിട്ടും. What if there are 4 children? ഇനി 4 കുട്ടികൾ ഉണ്ടെങ്കിലോ? 9/4. ഓക്കെ, 3 കുട്ടികളായപ്പോൾ 9/3 ആണ്. സോ 4 കുട്ടികളാണെങ്കിൽ 9/4. 9/4 നമുക്ക് എങ്ങനെ ചെയ്യാം? മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റി 9 divided by 4 equal to 9ൽ എത്ര ടൈം 4 പോകും? 2 ടൈം ആണ്. 2 into 4 is equal to 8 ആണ്. 9 minus 8 is equal to 1. So 2 1/4 ആണ് ആൻസർ. Next question 2. 6 kilograms of rice was packed in 5 bags of the same size. How many kilograms of rice in each bag? What if it is packed in 4 bags? 6 കിലോഗ്രാം അരി ഒരുപോലെയുള്ള 5 ബാഗുകളിലേക്ക് മാറ്റി, ഒരേ സൈസുള്ള 5 ബാഗുകളിലേക്ക് മാറ്റി. അങ്ങനെയാണെങ്കിൽ ഓരോ ബാഗിലും എത്ര അരി ഉണ്ടായിരിക്കും? 4 ബാഗുകളിലാണെങ്കിൽ എത്ര അരി ഉണ്ടായിരിക്കും? സോ ടോട്ടൽ റൈസ് എന്ന് പറയുന്നത് 6 കിലോഗ്രാം ആയിരുന്നു. അത് ഒരേപോലെയുള്ള 5 ബാഗുകളിലേക്ക് മാറ്റിയാൽ ഒരു ബാഗിലുള്ള അരി എന്ന് പറയുന്നത് 6/5 ആണ്. 6/5 kilograms ആണ്. ഇനി അത് 4 ബാഗുകളിലേക്കാണ് മാറ്റിയതെങ്കിലോ 4 into 6/5. നിങ്ങൾക്ക് വേണമെങ്കിൽ 6/5 ആദ്യം നമുക്ക് മിക്സഡ് ഫ്രാക്ഷനിലേക്ക് വേണമെങ്കിൽ മാറ്റി എഴുതാം. 6 divided by 5 equal to 6ൽ 5 1 ടൈം പോവുള്ളൂ. 1 into 5 is equal to 5 ആണ്. സോ 6 minus 5 is equal to 1. സോ 1/5 ആണ് ആൻസർ. ഇനി 4 ബാഗിലേക്ക് മാറ്റുകയാണെങ്കിൽ ഒരു ബാഗിലുള്ള അരി എന്ന് പറയുന്നത് 6/4 ആയിരിക്കും അല്ലെ. 6 കിലോഗ്രാം 4 ബാഗിലേക്ക് മാറ്റിയാൽ 6/4. മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ 6 divided by 4. 6ൽ 4 1 ടൈം പോവുള്ളൂ. 1 into 4 is equal to 4 ആണ്. 6 minus 4 is equal to 2. So 1 2/4 ആണ് ആൻസർ. ഈ 2/4നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 എന്ന് എഴുതാം. രണ്ടിനെയും 2 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1/2 എന്ന് എഴുതാം. സോ 1/2 ആണ് ആൻസർ. അത്രയും kilograms. Question 3. A 7 meter long string is divided into 6 equal pieces.
What is the length of each piece? What if it is divided into 3 equal pieces? 7 മീറ്റർ നീളമുള്ള ഒരു സ്ട്രിങ് 6 ഈക്വൽ പീസസ് ആക്കി. അങ്ങനെയാണെങ്കിലും ഓരോ പീസിന്റെയും ലെങ്ത് എത്ര? 3 പീസ് ആക്കിയിട്ടാണെങ്കിലോ എത്രയാണ് ലെങ്ത്? സോ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 7 മീറ്റർ ആണ്. ഇതിനെ 6 ഈക്വൽ പാർട്സ് ആക്കിയാൽ ഒരു സ്ട്രിങ്ങിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 7/6. നമുക്ക് മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ 7/6 എന്ന് വെച്ചാൽ 7ലെ 6 1 ടൈം പോവുകയുള്ളൂ. 1 into 6 is equal to 6 ആണ്. 7 minus 6 is equal to 1. So 1/6 ആണ് ആൻസർ. ഇനി 3 ഈക്വൽ പീസ് ആക്കുകയാണെങ്കിൽ ഒരു പീസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 7/3 ആണ്. സോ 7നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 7ലെ 3 2 ടൈംസ് പോകും. 2 into 3 is equal to 6 ആണ്. 7 minus 6 is equal to 1. So 1/3 ആണ് ആൻസർ. Let's look at the calculations to find parts of numbers. What is 1/4 of 8? 8ന്റെ 1/4 അല്ലെങ്കിൽ 8ന്റെ ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? When 8 is divided into 4 equal parts, each part is 2. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? Writing as a product, നമുക്കത് പ്രൊഡക്റ്റ് ആക്കി എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? 1/4 into 8 is equal to 8/4, which is equal to 2. What about 3/4 of 8? അങ്ങനെയാണെങ്കിൽ 8ന്റെ 3/4 അല്ലെങ്കിൽ 8ന്റെ മുക്കാൽ ഭാഗം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 divided into 4 equal parts and 3 of these parts taken together. 8നെ ആദ്യം 3 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൽ നിന്ന് 3 പീസ് എടുക്കുന്നു. അതാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. In other words, 3 times what is got by dividing 8 into 4 equal parts. That is 3 times 2, which is 6. Writing as a product, 3/4 into 8 is equal to 3 into 8/4 എന്ന് വെച്ചാൽ 2. So 3 into 2 equal to 6. It can be done this way also. എങ്ങനെ? 3/4 into 8ന് നമുക്ക് 3 into 8/4 എന്ന് എഴുതാം. 3 into 8 എന്ന് വെച്ചാൽ 24 ആണ്. So 24/4 എന്ന് വെച്ചാൽ 6. അങ്ങനെയും നമുക്ക് എഴുതാം. What is 3/4 of 9? അങ്ങനെയാണെങ്കിൽ 9ന്റെ 3/4 എന്ന് പറയുന്നത് എത്രയാണ്? 3/4 into 9 is equal to 3 into 9/4. അപ്പൊ നമുക്ക് 9/4നെ ഇവിടെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റി അതിനെ 2 1/4 എന്ന് എഴുതിയാലും മതി. അപ്പൊ 3 2 1/4 എന്നും നോക്കിയാൽ മതി. സോ അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് 3/4നെ 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? 3 into 9 എന്ന് വെച്ചാൽ 27 ആണ്. 27/4 അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതുകയും ചെയ്യാം. To see what this actually means, we write 27 as a multiple of 4 and remainder. ഇവിടെ നമ്മൾ 27നെ 4ന്റെ മൾട്ടിപ്പിളും റിമൈൻഡറും ആക്കിയിട്ട് എഴുതുക. അപ്പോൾ 27നുള്ളിൽ വരുന്ന 4ന്റെ ഏറ്റവും വലിയ മൾട്ടിപ്പിൾ ഏതാണ്? 24 ആണ് അല്ലെ? സോ 24 plus 3 divided by 4 എന്ന് നമുക്ക് മാറ്റി എഴുതാം. 4/4 എന്ന് വെച്ചാൽ 6 ആണ്. പിന്നെ ബാക്കിയുള്ള 3/4. Now see this problem. അതുപോലെ മറ്റൊരു പ്രോബ്ലം ആണ്. We have to cut off 3/5 of a 7 meter long string. How long is this piece? ഒരു 7 meter ഉള്ള ലെങ്ത് ഉള്ള ഒരു സ്ട്രിങ്ങിനെ അതിന്റെ 3/5 കട്ട് ചെയ്തിട്ട് മാറ്റണം. അങ്ങനെയാണെങ്കിൽ ആ കട്ട് ചെയ്യുന്ന പീസ് എത്ര ഉണ്ടാവും എന്നാണ് ചോദ്യം. സോ നമുക്ക് കാണേണ്ടത് 3/5 into 7 ആണ്. ഇവിടെ നമ്മൾ 3 into 7 divided by 5 എന്ന് ചെയ്യുന്നു. 3 into 7 എന്ന് വെച്ചാൽ 21 ആണ്. 21/5. ഇവിടെ നമുക്ക് 20യെ 5ന്റെ മൾട്ടിപ്പിളും റിമൈൻഡറും ആക്കിയിട്ട് എഴുതാം. അപ്പോൾ 21നുള്ളിൽ വരുന്ന 5ന്റെ ഏറ്റവും വലിയ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 20 ആണ്. സോ 20 plus 1 divided by 5. 20/5 plus 1/5. 20/5 എന്ന് വെച്ചാൽ 4 ആണ്. 4 ബാക്കിയുള്ള 1/5. We need to cut off 4 1/5 meters. It is easy to cut off if we say this as 4 meters 21 centimeters. അതിനെ നമ്മൾ 4 meter 21 centimeter അത്രയും ലെങ്ത് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞാലും എന്താണ് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് അങ്ങനെയാണ് പറയേണ്ടത്. Now try these problems. Question 1. There are 35 children in a class. 3/5 of them are girls. How many girls are there in the class? ഒരു ക്ലാസ്സിൽ 35 കുട്ടികളുണ്ട്. അതിൽ ഈ 35ൽ 3/5 ഭാഗം 3/5 ആളുകൾ എന്താണ്? ഗേൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര ഗേൾസ് ഉണ്ട് ക്ലാസ്സിൽ എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ചെയ്യേണ്ടത് 3/5 into 35 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം മക്കളെ? 35 into 3 എന്ന് പറഞ്ഞാൽ 105 ആണ്. 105നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യണം. സിമ്പിൾ ആണ്. മുഴുവനായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. 105ല് 10ൽ എത്ര തവണ 5 പോകും? 2 ആണ്. 2 into 5 is equal to 5 ആണ്, 10 ആണ്. സോ 10 minus 10 is equal to 0. ബാക്കി 5ല് ഒരു തവണ 5 പോകും. സോ 21 ആണ് ആൻസർ വരുന്നത്. Question 2. 10 kilograms of rice is filled equally in 8 bags. If the rice in 3 such bags are taken together, how many kilograms would that be? ഒരു 10 കിലോഗ്രാം അരി എന്താ ചെയ്തു? 8 ബാഗുകളിലേക്ക് ഈക്വലി ആയിട്ട് ഫില്ല് ചെയ്ത് വെച്ചു. അപ്പോ ഒരു ബാഗിൽ എത്ര ഉണ്ടായിരിക്കും മക്കളെ? 10/8 ഉണ്ടായിരിക്കും അല്ലെ? ഈ 10/8 നമുക്ക് വേണമെങ്കിൽ ചെറുതാക്കി 2നെയും 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ 5/3
4 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഒരു ബാഗിൽ 5/4 kilograms ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇങ്ങനെയുള്ള 3 ബാഗുകൾ ചേർന്നാൽ ടോട്ടൽ എത്ര കിലോഗ്രാം ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. സോ അപ്പൊ നമുക്ക് കാണേണ്ടത് 3 × 5/4 ആണ്. 3 × 5 എന്ന് വെച്ചാൽ 15. 15/4 ആണ് ആൻസർ. ഇതിനെ നമുക്ക് മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റിയാൽ 15/4 ചെയ്യുക. 15ൽ 3 times 4 പോവും. 3 × 4 = 12 ആണ്. 15 - 12 = 3. സോ 3/4 ആയിരിക്കും ആൻസർ. Question 3. The area of the rectangle is in the figure is 27 square centimeters. It is divided into 9 equal parts. What is the area of the darker part in square centimeters? അപ്പോൾ ഒരു റെക്ടാങ്കിളിന്റെ പിക്ചർ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ റെക്ടാങ്കിളിന്റെ മുഴുവനായിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് 27 സെന്റിമീറ്റർ സ്ക്വയർ സെന്റിമീറ്റേഴ്സ് ആണ്. സോ ഇതിലെ ഡാർക്കൺ ഇതിനെ നമ്മൾ ഈ വലിയ റെക്ടാങ്കിളിനെ 9 ഈക്വൽ സ്ക്വയേഴ്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിലെ ഡാർക്കൺ ചെയ്ത കളർ കടുപ്പിച്ചു കൊടുത്തിരിക്കുന്ന ആ പാർട്ടിന്റെ മാത്രം ഏരിയ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? റെക്ടാങ്കിളിന്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 27 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇതിൽ ആകെ 9 പാർട്ടുകളാക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഇതിലുള്ള ഒരു ചെറിയ റെക്ടാങ്കിളിന്റെ സ്ക്വയർ ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 27 / 9 ആയിരിക്കും അല്ലെ? 9 എണ്ണം ചേർന്നപ്പോഴാണ് 27 ആയത്. സോ ഒന്നിന്റെ ഏരിയ എന്ന് പറയുന്നത് 27/9 = 3 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? ഡാർക്കൺ ചെയ്ത പാർട്ട് എത്രയാണ്? അപ്പൊ നമുക്ക് ഡാർക്കൺ ചെയ്തിരിക്കുന്നത് 5 സ്ക്വയേഴ്സ് ആണ്, അല്ലെങ്കിൽ 5 റെക്ടാങ്കിൾസ് ആണ് ഡാർക്കൺ ചെയ്തിരിക്കുന്നത്. അപ്പോ 3 × 5 = 15 സ്ക്വയർ സെന്റിമീറ്റേഴ്സ് ആണ് ആൻസർ. A rectangle is divided into 2 equal parts. Each part is half of the large rectangle, that is 1/4 of the large rectangle. Now suppose we divided one of these parts into 3 equal parts. Each of these 3 small rectangles is 1/3 of 1/2 of the large rectangle. Isn't it? That is 1/3 × 1/2 of it. എന്താ മക്കളെ പറഞ്ഞിരിക്കുന്നത്? ഒരു വലിയ റെക്ടാങ്കിൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ ആദ്യം 2 ഈക്വൽ പാർട്സ് ആക്കുന്നു. അപ്പൊ ഈ ഓരോ പാർട്സും എന്താണ്? 1/2 വീതമാണ് വരുന്നത് അല്ലെ? ഇനി അതിലെ ഈ 1/2 വരുന്ന ഈ ഒരു പകുതി ഭാഗത്തെ നമ്മൾ വീണ്ടും ഈക്വലി 3 പാർട്സ് ആക്കുന്നു. അപ്പൊ ഈ 3 പാർട്സ് 1/2 നമ്മൾ വീണ്ടും 3 പാർട്സ് ആക്കി. അപ്പോ അതിലൊരു പാർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഓരോന്നിലും ഓരോ പാർട്ട് എന്ന് പറയുമ്പോൾ 1/3 ആണല്ലേ? സോ 1/2 3 പാർട്ടിലെ ഒരു പാർട്ട് എന്ന് പറയുമ്പോൾ 1/3 × 1/2. കണ്ടോ? ആ ബ്ലൂ കളർ ചെയ്തിരിക്കുന്ന ആ ഒരു പോർഷൻ, അത് മാത്രമാണ് 1/3 × 1/2 എന്ന് പറയുന്നത്. To look at it another way, suppose we extend the horizontal lines. മറ്റൊരു രീതിക്ക് നമുക്ക് കാണാം. എങ്ങനെയാണ്? നമ്മൾ ആ ഒരു ഹാഫ് പോർഷനെ 3 എണ്ണം ആക്കിയതുപോലെ തന്നെ 2 പോർഷനെയും 3 ഈക്വൽ പാർട്സ് ആക്കും. അപ്പൊ ടോട്ടൽ 6 ഈക്വൽ പാർട്സ് ആയി 6 സ്മോൾ റെക്ടാങ്കിൾസ് നമുക്ക് കിട്ടി. സോ അതിൽ എങ്ങനെ പറയാം? ഒന്നിക്കൽ ഈ ടോട്ടൽ 6 പാർട്സിൽ ഒരു പാർട്ട്, അതാണ് ബ്ലൂ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ 6 പാർട്ടിൽ ഒരു പാർട്ട് എന്ന് പറയുമ്പോൾ 1/6. അത് തന്നെയാണ് നമുക്ക് ആദ്യം കിട്ടിയത്. 1/3 × 1/2 which is equal to 1/6. Can we calculate 1/5 of 1/3 like this? That is 1/5 × 1/3. Yes, ഇതുപോലെ ഇപ്പൊ നമ്മൾ ഈ ചെയ്തതുപോലെ 1/5 ന്റെ 1/3 എത്ര എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? യെസ്, അത് നമുക്ക് പറ്റും. സിമ്പിൾ ആണ്. ആദ്യം 1/3 നമ്മളൊരു റെക്ടാങ്കിൾ വരച്ച് അതിനെ 3 ചെറിയ റെക്ടാങ്കിൾസ് ആക്കി, ഈക്വലി ആയിട്ടുള്ള 3 റെക്ടാങ്കിൾസ് ആക്കി. സോ അതാണ് ആദ്യം തന്നിരിക്കുന്നത്. അതിലൊരു പോർഷൻ എന്ന് പറഞ്ഞത് 1/3 ആയിരിക്കും. ഇനി ഈ ഒരു പോർഷൻ ആയിട്ടുള്ള 1/3 ഈക്വലി 5 ഈക്വൽ പാർട്സ് വീണ്ടും ആക്കി. സോ അതെന്തായിരിക്കും? 1/3 × 1/5 ആയിരിക്കും. Each of these small rectangles is 1/5 of 1/3 of the large rectangle. അതായത് നമ്മൾ ആദ്യം വരച്ച ഈ വലിയ റെക്ടാങ്കിളിന്റെ അതിൽ 1/5 × 1/3 പോർഷൻ ആണ് ഇപ്പൊ നമ്മൾ വരച്ച ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ ഗ്രീൻ പോർഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ലൈൻസ് ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് എല്ലാതും ആദ്യം വരച്ച ആ റെക്ടാങ്കിൾ മുഴുവനായിട്ട് നമ്മൾ ഇതുപോലെ ഈക്വലി ഉള്ള 15 പാർട്സ് ആക്കി മാറ്റി. സോ 15 പാർട്സ് ആക്കി മാറ്റിയാൽ നമുക്ക് ഇപ്പോൾ ഷെയ്ഡ് ചെയ്ത ഭാഗം എത്ര കിട്ടും? 15ൽ ഒരു പോർഷൻ ആണല്ലേ? സോ 1/15. അത് തന്നെയാണ് നമ്മളൊക്കെ ആദ്യം കിട്ടിയത്. 1/5 × 1/3 which is equal to 1/15. Now try these problems. നമുക്ക് ഇനി ഇത്തരത്തിലുള്ള കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. Question 1. Draw rectangles and find these products. റെക്ടാങ്കിൾസ് വരയ്ക്കുക, എന്നിട്ട് താഴെ കാണിച്ചിരിക്കുന്നതിന്റെ പ്രൊഡക്ട്സ് കണ്ടോ അത് കാണുക. 1/2 × 1/4. ഒന്നുകിൽ നിങ്ങൾക്ക് ആദ്യം ഒരു റെക്ടാങ്കിൾ വരച്ച് അതിനെ ഈക്വലി 2 പാർട്സ് ആക്കുക. അതില് വീണ്ടും ഒരു പാർട്ടില് 4 പാർട്സ് ആക്കി മാറ്റാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 4 പാർട്സ് വരച്ച്
ഒരു റെക്റ്റാങ്കിൾ വരച്ച് അതിനെ ഈക്വൽ 4 പാർട്സ് ആക്കി അതിൽ 2 പാർട്സ് ഷെയർ ചെയ്യാം. ഓക്കെ, ഷെയ്ഡ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, സോ ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് നോക്കൂ. ആദ്യം ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. ഈ റെക്റ്റാങ്കിളിനെ നമ്മൾ ഈക്വലി 2 പാർട്സ് ആക്കി മാറ്റി. ഈ 2 പാർട്സിൽ ഒരു പാർട്ട് എടുത്തു, അതിനെ ഈക്വൽ ആയിട്ടുള്ള 4 പാർട്സ് ആക്കി മാറ്റി അതിൽ ഒരു പോർഷൻ ഷെയ്ഡ് ചെയ്തു. ഇതാണ് 1/2 × 1/4. സെക്കൻഡ് 1/3 × 1/6 ആണ്. ഇവിടെ ഞാൻ ആദ്യം ഒരു റെക്റ്റാങ്കിൾ വരച്ചു, അതിനെ ഈക്വലി ഉള്ള 3 പാർട്സ് ആക്കി മാറ്റി. ഇനി ഈ 3 പാർട്സിൽ ഒരു പാർട്സിനെ ഒരു പാർട്ടിൽ എടുത്ത് എന്ത് ചെയ്തു, അതിനെ ഈക്വലി ഉള്ള 6 പാർട്സ് ആക്കി മാറ്റി. ഇതിൽ ഒരു പാർട്ടാണ് എന്ത് 1/3 × 1/6 എന്ന് പറയുന്നത്. അടുത്തത് ഒരു റെക്റ്റാങ്കിളിനെ ഞാൻ വരച്ചു. 1/5 × 1/8 ആണ് കാണേണ്ടത്. ഈ റെക്റ്റാങ്കിൾ വരച്ചു, അതിനെ ഈക്വലി ഉള്ള 5 പാർട്സ് ആക്കി മാറ്റി. ഈ 5 പാർട്സിൽ ഒരു പാർട്ടിനെ ഞാൻ 8 പാർട്സ് ആക്കി ഈക്വലി ഉള്ള 8 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു. സോ അതിലെ ഒരു പോർഷൻ ആണ് 1/5 × 1/8 എന്ന് പറയുന്നത്. Question 2. A 1 meter long string is divided into 5 equal parts. How long is half of each part in meters in centimeters? ഒരു മീറ്റർ നീളമുള്ള ഒരു സ്ട്രിങ് ഈക്വലി ഉള്ള 5 പാർട്സ് ആക്കിയിട്ട് മാറ്റി അതിലെ ഒരു ഹാഫ് പാർട്ട് എടുത്താൽ എത്ര ഉണ്ടായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അത് സെന്റിമീറ്റേഴ്സിൽ എത്ര എന്നും നമ്മൾ എഴുതണം. സോ ലെങ്ത് ഓഫ് വൺ സ്ട്രിങ് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. അതിനെ നമ്മൾ ഈ ഡിവൈഡഡ് ഇൻറ്റു ഈക്വൽ പാർട്സ് 5 ഈക്വൽ പാർട്സ് ആക്കി നമ്മൾ ഡിവൈഡ് ചെയ്താൽ അതിലൊരു പാർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും 1/5 ആയിരിക്കും അല്ലെ. സോ ഈ 1/5ന്റെ നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും ഹാഫ് എടുത്തു. 1/5നെ നമ്മൾ വീണ്ടും പകുതിയാക്കിയാൽ അതിന്റെ ഒരു പാർട്ട് എത്ര ഉണ്ടായിരിക്കും 1/2 × 1/5 ആയിരിക്കും അല്ലെ. 1/2 × 1/5 വിച്ച് ഇസ് ഈക്വൽ ടു 1/10. അത്രയും മീറ്റേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇത് എത്ര സെന്റിമീറ്റർ ആയിരിക്കും നമുക്കറിയാം. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റേഴ്സ് ആണ്. സോ 1/10 മീറ്റർ എന്ന് പറയുമ്പോൾ 1/10 × 100 വിച്ച് ഇസ് ഈക്വൽ ടു 100/10 വിച്ച് ഇസ് ഈക്വൽ ടു 10 സെന്റിമീറ്റേഴ്സ് ആണ്. നെക്സ്റ്റ് question 3. 1 liter of milk is filled in 2 bottles of equal size. A quarter of the milk in 1 bottle was used to make tea. How many liters of milk were used for tea in milliliters? 1 ലിറ്റർ പാലുണ്ടായിരുന്നു. ആ പാൽ ആദ്യം 2 ബോട്ടിലേക്ക് ഈക്വൽ ആയിട്ട് ഫിൽ ചെയ്തു. സോ ഒരു ബോട്ടിൽ എത്ര ഉണ്ടായിരിക്കും 1/2 ഉണ്ടായിരിക്കും അല്ലെ, ഹാഫ് ഉണ്ടായിരിക്കും. 1 ലിറ്റർ 2 ബോട്ടിലേക്ക് മാറ്റിയാൽ അതിൽ ഹാഫ് ഉണ്ടായിരിക്കും. ഈ ഹാഫിൽ നിന്ന് ക്വാർട്ടർ എടുത്ത് പാല് ചായ കാച്ചിയെന്നാണ് പറയുന്നത്, ചായ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. സോ ഹാഫിൽ നിന്ന് ക്വാർട്ടർ എടുത്തു എന്ന് പറഞ്ഞാൽ എത്ര എടുത്തിട്ടുണ്ടായിരിക്കും 1/2 നിന്ന് 1/4. 1/2 × 1/4 ആണ് ടീ ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു 1/8. ഇനി 1/8 എന്ന് പറയുന്നത് എത്ര മില്ലി ലിറ്റേഴ്സ് ആണ്? ഇത് ഇത്രയും ലിറ്റർ ആണ്. സോ എത്ര മില്ലി ലിറ്റർ ആണ് നമുക്കറിയാം. 1 ലിറ്റർ ഈക്വൽ ടു 1000 മില്ലി ലിറ്റർ ആണ്. സോ 1/8 ലിറ്റർ എന്ന് പറയുമ്പോൾ 1/8 × 1000 ഡിവൈഡഡ് ബൈ 8 അത്രയും മില്ലി ലിറ്റേഴ്സ് ആണ് ഉള്ളത്. 1000 ഡിവൈഡഡ് ബൈ 8 എങ്ങനെ കാണാം മക്കളെ? 1000 10ൽ 8 നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആണ്. 1 × 8 ഇസ് ഈക്വൽ ടു 8. 10 - 8 ഇസ് ഈക്വൽ ടു 2. നമ്മൾ മുകളിലുള്ള ഒരു 0 താഴേക്ക് ഇറക്കി എഴുതുന്നു. 20ൽ എത്ര 8 പോകുന്നുണ്ട്? 2 × 8 ഇസ് ഈക്വൽ ടു 16 ആണ്. 20 - 16 ഇസ് ഈക്വൽ ടു 4. സോ 40 മേലുള്ള 0 ഇറക്കി എഴുതുമ്പോൾ 40ൽ എത്ര ടൈംസ് 8 പോകുന്നുണ്ട്? 5 × 8 ഇസ് ഈക്വൽ ടു 40 ആണ്. സോ ആൻസർ ഈസ് 125 മില്ലി ലിറ്റർ. Another type of problem. നമുക്ക് മറ്റൊരു തരത്തിലുള്ള ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് 1/5 ഓഫ് 2/3? 2/3യുടെ 1/5 എന്ന് വെച്ചാൽ എത്രയാണ്? ലെറ്റ്സ് തിങ്ക് ദിസ് വേ. നോക്കൂ, 2/3 മീൻസ് 1/3 × 2. 2/3 എന്ന് വെച്ചാൽ 1/3 × 2 അല്ലേ. സോ 1/5 ഓഫ് 2/3 മീൻസ് 1/5 ഓഫ് 1/3 ഓഫ് 2. അതായത് 1/5 × 1/3 × 2 അങ്ങനെയും പറയാം. ഓക്കെ, 1/5 ഓഫ് 2/3 എന്ന് വെച്ചാൽ 2/15 ആയിട്ട് മാറും. അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഓക്കെ, 1 × 2 നിങ്ങൾക്ക് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ആലോചിച്ചാൽ 1/5 × 2/3 ആണ്. സോ 1 × 2 മുകളിലുള്ള 2 നമ്മൾ ആദ്യം മൾട്ടിപ്ലൈ ചെയ്തു, 2 എഴുതി, താഴെയുള്ള 2 മൾട്ടിപ്ലൈ ചെയ്യുക, 15. ഓക്കെ, 2/15 അങ്ങനെ എഴുതാം. പക്ഷെ നമുക്ക് പഠിക്കുന്ന മെത്തേഡ് എങ്ങനെയാണ്? 1/5 അങ്ങനെ എഴുതി, 2/3യെ 2 × 1/3 എന്ന് എഴുതി. എങ്ങനെ എഴുതിയാലും ആൻസർ ഒന്ന് തന്നെയാണ് വരുന്നത്. We can draw a rectangle to find 1/5 of 2/3 directly.
നമുക്കിനി 1/5ന്റെ 2/3യുടെ 1/5 എന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വരയ്ക്കാം. ആദ്യം എന്താ ചെയ്യുന്നത്, ഒരു റെക്ടാംഗിൾ വരച്ചു, അതിനെ ഈക്വലി ഉള്ള 3 പാർട്സ് ആക്കിയിട്ട് മാറ്റി. ആ 3 പാർട്സിൽ 2 പാർട്ട് എടുത്തു, അതാണ് 2/3 എന്ന് പറയുന്നത്. ഓക്കെ, 3 പാർട്സ് ആക്കിയതിൽ 2 പാർട്ട്, അതാണ് 2/3. ഇനി ഈ ഒരു പാർട്ടിനെ 2/3 എടുത്തതിനെ നമ്മൾ എന്ത് ചെയ്യണം, മറ്റേതല്ല, മറ്റേ ചെറിയ പാർട്ട് എന്ന് പറയുന്നത് 1/3 ആണ്. ഇപ്പൊ എടുത്ത ഈ 2/3 ഉണ്ടല്ലോ, അതാണ് നമുക്ക് വേണ്ട കേട്ടോ. ഈ 2/3 എന്നുള്ള ഈ പോർഷനെ നമ്മൾ ഈക്വൽ ആയിട്ടുള്ള 5 പാർട്സ് ആക്കുന്നു. സോ അതിലൊരു പാർട്ട്, അതാണ് 1/5 ഇൻറ്റു 2/3 എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമുക്ക് ശരിക്കും 2/15 എന്നാണ് ആൻസർ വരുന്നത് അല്ലെ. സോ ഇത് തന്നെ നമ്മൾ ഈ റെക്ടാംഗിൾസ് വലുപ്പം നീട്ടി വരച്ചാൽ നമുക്ക് ഈക്വലി ആയിട്ടുള്ള 15 ചെറിയ ചെറിയ റെക്ടാംഗിൾസ് കിട്ടും. അതിലെ എത്ര പോർഷൻസ് നോക്കൂ, 2 പോർഷൻസ്. ഓക്കെ, we first find 1/5 of 2/3 and then find 4 times that. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 1/5 ഇൻറ്റു 2/3 കണ്ട് അതിന്റെ 4 ടൈംസ് കാണാനാണ്. ദാറ്റ് മീൻസ് 4/5 ഇൻറ്റു 2/3. 4 ഇൻറ്റു 1/5 ഇൻറ്റു 2/3 കാണണം, അതായത് 4 ഇൻറ്റു 2/15 കാണണം. 4 ഇൻറ്റു 2 എന്ന് വെച്ചാൽ 8 ആണ്. സോ 8/15 ആണ് ആൻസർ. നമുക്ക് ഇങ്ങനെയും ചെയ്യാം, 4/5 ഇൻറ്റു 2/3 ആണ് കാണേണ്ടത്. സോ അതിനെ 4 ഇൻറ്റു 4/5നെ 4 ഇൻറ്റു 1/5 എന്ന് എഴുതി, പിന്നെ 2/3യെ 2 ഇൻറ്റു 1/3 എന്നും എഴുതി. 4 ഇൻറ്റു 1/5 ഇൻറ്റു 1/3 എന്ന് വെച്ചാൽ 1/15 ആണ്, അത് ഇൻറ്റു 2. 4 ഇൻറ്റു 2/15 ദാറ്റ് മീൻസ് 8/15. പല രീതിക്ക് നമുക്കത് കാണാം. ഇത് കാണിക്കാൻ നമുക്ക് റെക്ടാംഗിൾ വരച്ചിട്ടും ചെയ്യാം. ആദ്യം ഒരു റെക്ടാംഗിൾ വരയ്ക്കുന്നു, അതിനെ ഈക്വലി ആയിട്ടുള്ള 3 പാർട്സ് ആക്കുന്നു, അതിൽ 2 പാർട്സ് എടുക്കുന്നു, 2 പോർഷൻസ് എടുക്കുന്നു, അതാണ് ഈ 2/3 എന്ന് പറയുന്നത്. ആ പോർഷനെ നമ്മൾ ഈക്വലി ആയിട്ടുള്ള 5 പീസ് വീണ്ടും ആക്കുന്നു. അപ്പോ അതിൽ ഒരു പാർട്ട് എന്ന് പറയുന്നത് 1/5 ഇൻറ്റു 2/3 ആണ്. അത് നമ്മൾ ഫസ്റ്റ് കണ്ടു. ഇതിലെ 4 പാർട്സ് നമുക്ക് എടുക്കണം, ദാറ്റ് മീൻസ് 4/5 ഇൻറ്റു 2/3. അപ്പൊ അതിലെ 4 പാർട്സ് എടുക്കുന്നു, അതാണ് നമ്മൾക്ക് 4ാമതായിട്ടുള്ള ചിത്രം. അതാണ് 4/5 ഇൻറ്റു 2/3 എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ റെക്ടാംഗിളിനെ എല്ലാം ഈക്വലി ആയിട്ടുള്ള 15 പോർഷൻസ് ആക്കി, അതായത് ആ വരകളൊക്കെ നമ്മൾ നീട്ടി വരച്ചു. ഓക്കെ, സോ അപ്പൊ നമുക്ക് ടോട്ടൽ 15 റെക്ടാംഗിൾസ് കിട്ടി. അതിലെ 8 പോർഷൻസ് അതെടുത്തു, അതാണ് 8/15. Now try these problems. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാം. Question 1. A rope 2 meters long is cut into 5 equal pieces. What is the length of 3/4 of one of the pieces in meters in centimeters? ഒരു റോപ്പ് എടുത്തു. ഈ റോപ്പിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2 meters ആണ്. ഈ 2 metersന് ലെങ്ത് ഉള്ള ഈ റോപ്പ് നമ്മൾ 5 ഈക്വൽ പീസ് ആക്കി മാറ്റി. അങ്ങനെയാണെങ്കിൽ അതിലൊരു പീസിന്റെ ലെങ്ത് എന്തായിരിക്കും, 2/5 ആയിരിക്കും, 2/5 മീറ്റർ ആയിരിക്കും. ക്വസ്റ്റ്യൻ ഇതല്ല, ഈ ഒരു പീസിന്റെ, അതായത് ഈ 2/5ന്റെ 3/4 ഓഫ് 1 പീസ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അതായത് ഈ 2/5 എന്ന ലെങ്ത് ഉള്ള ഈ ഒരു പീസിന്റെ 1/4 ഭാഗത്തിന്റെ നീളം എത്ര? അപ്പൊ നമ്മൾ കാണേണ്ടത് 2/5 ഇൻറ്റു 3/4 ആണ്. 2/5 ഇൻറ്റു 3/4 എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാം. 2 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 6 ആണ്. 5 ഇൻറ്റു 4 എന്ന് വെച്ചാൽ 20 ആണ്. അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച രീതിക്ക് എങ്ങനെ ചെയ്യുന്നത് മക്കളെ, 3/4 ഇൻറ്റു 2/5 ആണ് കാണേണ്ടത്. ഇതിൽ 3/4നെ നമ്മൾ 3 ഇൻറ്റു 1/4 എന്നും 2/5നെ നമ്മൾ 2 ഇൻറ്റു 1/5 എന്നും എഴുതുന്നു. സോ ഇതിനെ നമ്മൾ ഒന്നുകൂടെ അടുപ്പിച്ച് എഴുതുമ്പോൾ 3 ഇൻറ്റു 1/4 ഇൻറ്റു 1/5 ഇൻറ്റു 2. ഓക്കെ, 3 ഇൻറ്റു 1/20 ഇൻറ്റു 2. 3 ഇൻറ്റു 2/20 വിച്ച് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 6. ഓക്കെ, 6/20 അതാണ് ആൻസർ. നിങ്ങൾക്ക് ഇതിന് വേണമെങ്കിൽ ചെറുതാക്കി എഴുതാം. 6നെ നിങ്ങൾക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടും. 20യെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 എന്ന് കിട്ടും. സോ 3/10 ആണ് ആൻസർ. അത്രയും മീറ്റേഴ്സ് ആണ് കേട്ടോ, 3/10 മീറ്റർ ആണ് വന്നിരിക്കുന്നത്. സോ ഇതിനെ നമുക്ക് എങ്ങനെ സെന്റിമീറ്ററിലേക്ക് എഴുതാം? നമുക്കറിയാം 100 സെന്റിമീറ്റേഴ്സ് ആണ് 1 മീറ്റർ. സോ 3/10 ഇൻറ്റു 100 ആയിരിക്കും. 300 ഡിവൈഡഡ് ബൈ 10. രണ്ടിനെയും 0 വെട്ടിക്കളഞ്ഞാൽ 30/1, അതായത് 30 സെന്റിമീറ്റേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. Question 2. 4 bottles of the same size were filled with 3 liters of water. One of these was used to fill 5 cups of the same size. How much water is there in one such cup in liters and in milliliters? എന്താ പറഞ്ഞിട്ടുള്ളത്, 4 ബോട്ടിൽസ്, ഒരേ വലുപ്പമുള്ള 4 ബോട്ടിൽസിൽ 3 ലിറ്റർ വെള്ളം നിറച്ചു. ദാറ്റ് മീൻസ് എങ്ങനെയാ വരും മക്കളെ, 3 ലിറ്റർ ആണ് ടോട്ടൽ എമൗണ്ട് ഉള്ളത് വാട്ടർ. അത് ഓരോ 4 ബോട്ടിലേക്ക് ഓരോ ബോട്ടിൽ നിറച്ചാൽ ഒന്നിലുണ്ടാവുന്നത് 3/4 ലിറ്റേഴ്സ് ആയിരിക്കും അല്ലെ. ഇതിൽ ഒരു ബോട്ടിൽ എടുത്ത്, അതായത് ഈ 3/4 എടുത്ത് എന്ത് ചെയ്തു, 5 കപ്സ് നിറച്ചു. സോ ഒരു കപ്പ് എത്ര ഉണ്ടായിരിക്കും, അതിൽ 1/5 ആയിരിക്കും. 3/4 ഇൻറ്റു 1/5 ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒരു ചെറിയ കപ്പ് ഉണ്ടാകുന്നത് 3/4 ഇൻറ്റു 1/5 ആയിരിക്കും.
നമുക്ക് കാണേണ്ടത് 3/4 ഇൻറ്റു 1/5 ആണ്. സിമ്പിൾ അല്ലേ, ഡയറക്റ്റ് വേണമെങ്കിൽ കാണാം. അതല്ലാന്നുണ്ടെങ്കിൽ 3/4നെ 3 ഇൻറ്റു 1/4 എന്ന് എഴുതി ഇൻറ്റു 1/5 വിച്ച് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 1/20 ഈക്വൽ ടു 3/20 ആണ് ആൻസർ. 3/20 ലിറ്റർ ആണ് കേട്ടോ ഉള്ളത്. സോ 3/20 മില്ലി ലിറ്റേഴ്സിൽ എങ്ങനെ നമുക്ക് പറയാം, 3/20 ഇൻറ്റു 1000 ചെയ്യണം. അതായത് 1 ലിറ്റർ ഈക്വൽ ടു 1000 മില്ലി ലിറ്റർ അല്ലേ. സോ 3/20 ഇൻറ്റു 1000 ചെയ്യണം. ദാറ്റ് മീൻസ് 3000 ഡിവൈഡ് ബൈ 20. രണ്ടിൽ നിന്ന് നമുക്ക് 0 വെട്ടിക്കളയാം. 300 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു 150. അത്രയും മില്ലി ലിറ്റേഴ്സ് ആണ് ഉള്ളത്. Question 3. A watermelon weighing 4 kilograms was cut into 5 equal pieces. One piece was again halved. What is the weight of each of these two pieces in kilograms and in grams? ഒരു വാട്ടർമെലൺ അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 4 കിലോഗ്രാംസ് ആണ്. അതിനെ 5 ഈക്വൽ പാർട്സ് ആക്കി മാറ്റി. സോ ഒരു പാർട്ടിന്റെ വെയിറ്റ് എത്രയായിരിക്കും, 4/5 ആയിരിക്കും അല്ലെ. ഇനി അതിലൊരു പാർട്ട് എടുത്ത് അതിനെ വീണ്ടും ഹാഫ് ആക്കി, അതായത് ഈ 4/5നെ വീണ്ടും ഹാഫ് ആക്കി. സോ 4/5 ഇൻറ്റു 1/2 അതായിരിക്കും ആ ഒരു പീസിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. 4/5 ഇൻറ്റു 1/2 എങ്ങനെ ചെയ്യാം, 4നെ നമുക്ക് 4/5നെ നമുക്ക് 4 ഇൻറ്റു 1/5 എന്ന് എഴുതാം ഇൻറ്റു 1/2. സോ 4 ഇൻറ്റു 1/5 ഇൻറ്റു 1/2 എന്ന് വെച്ചാൽ 1/10. 4/10 ഇതിനെ ചെറുതാക്കിയിട്ട് നമുക്ക് 2/5 എന്ന് എഴുതാം. അത്രയും കിലോഗ്രാംസ് ആയിരിക്കും ഒരു പീസ് ഉണ്ടായിരിക്കുക. ഇത് എത്ര ഗ്രാം ആയിരിക്കും, 2/5 എന്ന് പറയുന്നത് എത്ര ഗ്രാം ആയിരിക്കും, 1 കിലോഗ്രാം ഇസ് ഈക്വൽ ടു 1000 ഗ്രാം ആണ്. സോ 2/5 ഇൻറ്റു 1000 which is equal to 2000/5 which is equal to 400 gram. അപ്പോൾ ഒരു പീസിന് 400 gram ആയിരിക്കും വെയിറ്റ് ഉണ്ടായിരിക്കുക. Question 4. A vessel full of milk is used to fill 3 bottles of the same size. Then the milk in each bottle was used to fill 4 cups of the same size. What fraction of the milk in the first vessel does each cup contain? എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് മക്കളെ, ഒരു പാത്രത്തിലുള്ള മിൽക്ക് ഒരേ വലുപ്പമുള്ള 3 ബോട്ടിൽസിലേക്ക് 3 ബോട്ടിൽസിലേക്ക് നിറച്ചു. സോ 3 ബോട്ടിൽസിലേക്ക് നിറയ്ക്കുമ്പോൾ ഓരോ ബോട്ടിലും 1/3 മിൽക്ക് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അല്ലെ. 1/3 ഓഫ് അത്രയും ലിറ്റേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ഇതിലെ ഒരു ഗ്ലാസ്സിൽ നിന്നുള്ള മിൽക്ക്, അതായത് 1/3 ലിറ്റർ മിൽക്ക് ഈക്വലി ആയിട്ടുള്ള 4 കപ്സിലേക്ക് നിറച്ചു. ദാറ്റ് മീൻസ് 1/3 ഇൻറ്റു 1/4 അത്രയായിരിക്കും ഒരു കപ്പിൽ ഉണ്ടായിരിക്കുക. സോ ഒരു കപ്പിലുള്ള മിൽക്കിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 1/3 ഇൻറ്റു 1/4 വിച്ച് ഇസ് ഈക്വൽ ടു 1/12 ലിറ്റേഴ്സ്. Question 5. Draw a line AB of length 12 centimeters. Mark AC as 2/3 of AB. Mark AD as 1/4 of AC. What part of AB is AD? കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള ചോദ്യമാണ്. ആദ്യം 12 സെന്റിമീറ്റേഴ്സിൽ AB എന്നൊരു ലൈന് വരയ്ക്കുക. സോ എന്നിട്ട് അതിന്റെ 2/3 പാർട്ടിൽ C അടയാളപ്പെടുത്തി AC എന്നൊരു ലൈന് ആക്കി മാറ്റുക. അതായത് നമ്മൾ വരച്ചത് 12 സെന്റിമീറ്റേഴ്സ് ആണ്. അതിനെ ഈക്വലി ഉള്ള 3 പാർട്സ് ആക്കിയിട്ട് മാറ്റി അതിൽ 2 ഭാഗം ഇവിടെയാണ് നമുക്ക് സി മാർക്ക് ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ 12/3 ഈക്വൽ ടു 4 സെന്റിമീറ്റേഴ്സ് ഗ്യാപ്പ് വിട്ടാണ് നമ്മൾ ഓരോ ലൈന് വരയ്ക്കുന്നത്. അതിലെ 8 സെന്റിമീറ്റേഴ്സ് വരെ 8 സെന്റിമീറ്റേഴ്സിന്റെ അവിടെയാണ് നമ്മൾ സി മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ എ സി ഇത്രയും പാർട്ടാണ്. ഇനി ഈ എ സിയുടെ, അതായത് ഈ 8 സെന്റിമീറ്റേഴ്സിൽ നിന്ന് ഒരു 1/4 പാർട്ട് 8/4 ഈക്വൽ ടു 2 സെന്റിമീറ്റേഴ്സിന്റെ അവിടെ, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ഈക്വലി ആയിട്ടുള്ള 4 പാർട്സ് ആക്കുന്നു. അവിടെ നമ്മൾ ഒരു പാർട്ടിൽ ഡി എന്ന് മാർക്ക് ചെയ്യുന്നു. സോ എ ഡി, അതായത് 8ന് നമ്മൾ ഈക്വൽ ആയിട്ടുള്ള 4 പാർട്സ് ആക്കുക എന്ന് പറഞ്ഞാൽ ഓരോ പാർട്ടും 2 വീതമായിരിക്കും ഉണ്ടായിരിക്കുക. 8/4 is equal to 2 അല്ലേ. സോ എ ബിയുടെ എത്ര പാർട്ടാണ് എ ഡി എന്ന് പറയുന്നത്, 1/3 ഇൻറ്റു 1/4, അല്ലെങ്കിൽ 12 സെന്റിമീറ്റേഴ്സിൽ 2 സെന്റിമീറ്റേഴ്സ് ആണ് എ ഡി വരുന്നത് എന്ന് നമുക്ക് പറയാം. Question 6. Calculate the following using multiplication. മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് താഴെ തന്നിരിക്കുന്ന എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 3/7 of 2/5, അതായത് 3/7 ഇൻറ്റു 2/5 ആണ് കാണേണ്ടത്. വിച്ച് ഇസ് ഈക്വൽ ടു 3/7നെ നമുക്ക് 3 ഇൻറ്റു 1/7 എന്നും 2/5നെ നമുക്ക് 1 ഇൻറ്റു 2/5 എന്നും എഴുതാം. 3 ഇൻറ്റു 1/7 ഇൻറ്റു 1/5 ഇൻറ്റു 2 വിച്ച് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 1/35 വിച്ച് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 2 6/35 ആണ് ആൻസർ. രണ്ടാമത്തേത് 3/5 ഓഫ് 2/7. ഇതിലെങ്ങനെയാ വരുന്നത്, 3 ഇൻറ്റു 1/5 ഇൻറ്റു 2 ഇൻറ്റു 1/7 വിച്ച് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 1/5 ഇൻറ്റു 1/7 ഇൻറ്റു 2 വിച്ച് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 1/35 ഇൻറ്റു 2 വിച്ച് ഇസ് ഈക്വൽ ടു 6/35. മൂന്നാമത്തേത് 2/3 ഓഫ് 3/4. 2/3 എ നമുക്ക് 2 ഇൻറ്റു 1/3 എന്നും 3/4നെ നമുക്ക് 3 ഇൻറ്റു 1/4 എന്നും എഴുതാം. 2 ഇൻറ്റു 1/3 ഇൻറ്റു
1/4 into 3, which is equal to 2 into 1/12 into 3 equal to 6/12. നാലാമത്തേത് 5/6 of 3/10. 5/6 into 3/10 ചെയ്യുക. 5/6 നമുക്ക് 5 into 1/6 എന്നും 3/10 നമുക്ക് 3 into 1/10 എന്നും വേണ്ട. 5 into 1/6 into 1/10 into 3. 5 into 1/60 into 3. 15/60. നമുക്ക് ചെറുതാക്കി എഴുതുമ്പോൾ 15 വെച്ച് രണ്ടിനും ഡിവൈഡ് ചെയ്യാം. 1/4 ആണ് ആൻസർ. More on multiplication. A bottle can contain 1.5 liters of water. For such bottles of water was poured into a vessel. How much water is there in the vessel? ഒരു ബോട്ടിലില് 1/2 ലിറ്റർ വെള്ളം കൊള്ളും. അങ്ങനെയുള്ള 4 ബോട്ടിൽസിലെ വെള്ളം ഒരു വെസലിലേക്ക് ഒഴിച്ചാൽ അതിൽ എത്ര വെള്ളം കൊള്ളും എന്നാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ആണല്ലേ? സോറി, 1.5 ലിറ്റർ ആണ് കേട്ടോ ഒരു ബോട്ടിലുള്ളത്. 1.5 ലിറ്റർ ആണ്. സോ 4 ടൈംസ് നമ്മൾ 1.5 ചെയ്യേണ്ടി വരും. 4 into 1 1/2. 1.5 നമുക്ക് 1/2 എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു 1/2 നമുക്ക് മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റിയാൽ എങ്ങനെ വരും? 2 into 1 plus 1 divided by 2 അല്ലെ 2 plus 1 3 divided by 2 എന്ന് വരും, which is equal to 4 into 3 12 ആണ്. 12/2 is equal to 6 ആണ്. Suppose we poured the water in 3 bottles each containing 2 1/4 liters into the vessel. ഇനി ഒരു 3 ബോട്ടിലേക്ക് 2 1/4 ലിറ്റർ വെള്ളമുള്ള 3 ബോട്ടിലെ വെള്ളം നമ്മളൊരു വെസലിലേക്ക് ഒഴിച്ചാൽ അതിൽ എത്ര കൊള്ളുമെന്നാണ് ചോദ്യം. സോ നമ്മൾ 3 into 2 1/4 ചെയ്യണം. ഇഫ് ഇറ്റ് ഈസ് 2 ലിറ്റർ ബോട്ടിൽസ് ദെൻ 6 ലിറ്റേഴ്സ്. 2 ലിറ്ററിന്റെ ബോട്ടിൽ ആണെങ്കിൽ 3 തവണ ഒഴിക്കുമ്പോൾ 6 ലിറ്റേഴ്സ് ആവും. പക്ഷെ ഇവിടെ 1/4 കൂടെ എക്സ്ട്രാ ഉണ്ട്. സോ വി മസ്റ്റ് ആഡ് 3/4 ലിറ്റേഴ്സ് ഓൾസോ. അതായത് 3 into 1/4 കൂടെ നമ്മൾ ചെയ്യണം. ദാറ്റ് മീൻസ് 3/4. സോ ടോട്ടൽ 6 3/4 ലിറ്റേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. റൈറ്റിംഗ് ദിസ് ആസ് പ്രൊഡക്റ്റ് ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് 3 into 2 1/4 equal to 3 into 2 1/4 എന്ന് വെച്ചാൽ 2 plus 1/4 ആണ്. ഇനി 3 വെച്ച് നമ്മൾ രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് 2നെയും 1/4നെയും 3 into 2 plus 3 into 1/4. 3 into 2 എന്ന് വെച്ചാൽ 6 ആണ്. 6 plus 3/1/4 ആണ്. 6 3/4 ആണ് ആൻസർ. There is another way to calculate this. We can write 2 1/4 liters as 9/4 liters. ഈ 2 1/4 എന്നുള്ളതിന് നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിൽ നിന്ന് മാറ്റിയിട്ട് എഴുതുമ്പോൾ നമുക്ക് 2 into 4 equal to 8. 8 plus 1 divided by 4 which is equal to 9/4 എന്ന് എഴുതാനായിട്ട് പറ്റും. സോ ഇതിനെ നമുക്ക് 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 3 into 2 1/4 എന്നുള്ളതിനെ 3 into 9/4 എന്ന് ചെയ്യാം. 3 into 9/4നെ നമുക്ക് 1/4 into 9 എന്ന് മാറ്റി എഴുതാം. 3/4 into 9 27/4 which is equal to 6 3/4. അങ്ങനെയും നമുക്ക് ചെയ്യാം. Like this, in what all ways can you calculate 5 times 3 1/2? ഇനി ഇതുപോലെ 5 times 3 1/2 എങ്ങനെ ചെയ്യാം? 5 into 3 1/2 ആണ് നമുക്ക് ചെയ്യേണ്ടത്. അതിന് നമുക്ക് 5 into 3 plus 1/2 എന്ന് എഴുതി 5 വെച്ച് രണ്ടിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 5 into 3 plus 5 into 1/2. 5 into 3 equal to 15 ആണ്. 15 plus 2 1/2 which is equal to 17 1/2. And this is another way. മറ്റൊരു രീതിയിൽ എങ്ങനെ ചെയ്യാം? 5 into 3 1/2നെ നമുക്ക് മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതുമ്പോൾ 5 into 7/2 എന്ന് എഴുതാം. 5 into 7/2 35/2 ആണ്. 35/2 എന്ന് വെച്ചാൽ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് നമ്മൾ തിരികെ മാറ്റി എഴുതുമ്പോൾ 17 1/2 എന്ന് വരും. ഏത് രീതിക്ക് വേണമെങ്കിലും നമുക്കിത് ചെയ്യാം. Now let's look at another thing. 6 meters is thrice 2 meters. 6 meter എന്ന് പറയുമ്പോൾ 3 times 2 ആണ് അല്ലെ? അതായത് 3 into 2 ആണ് 6. What about 7 meters? അങ്ങനെയാണെങ്കിൽ 7 meter it is thrice 2 meters and a meter more. 3 മീറ്ററിന്റെ 2 മീറ്ററിന് 3 into 2ഉം പിന്നെ 2 മീറ്ററിന്റെ 3 മടങ്ങും പിന്നെ അതിലേക്ക് ഒരു 1ഉം കൂടെ 3 into 2 plus 1 അതല്ലേ 7. In other words, thrice 2 meters and half of 2 meters. So we may say that 7 meters is 3.5 of 2 meters. Product നമുക്ക് എങ്ങനെ എഴുതാം? 3.5 into 2 which is equal to 7. How did we get this? 3 into half അല്ലെങ്കിൽ 3 half into 2 എന്ന് പറയുന്നത് നമുക്ക് അതിനെ 3 plus 1/2 into 2 എന്ന് എഴുതാം. ഇനി 2 വെച്ച് നമ്മൾ രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 into 2 plus 1/2 into 2. 3 into 2 എന്ന് വെച്ചാൽ 6 പിന്നെ half into 2 എന്ന് വെച്ചാൽ 1. So 6 plus 1 is equal to 7. In the same way, 2.5 quarters time 5 means twice 5 together with a quarter of 5. That is 10 and 1.5 quarter makes 11 and a quarter. പ്രൊഡക്റ്റ് നമുക്ക് എങ്ങനെ എഴുതാം? 2 quarter into 5 എന്ന് പറഞ്ഞാൽ 2 quarter എന്ന് വെച്ച് പറയുമ്പോൾ 1/4 ആണ്. അതിനെ 5 times മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ 2 quarterനെ 2 plus 1/4 എന്ന് എഴുതി into 5 എന്നിട്ട് രണ്ടിനെയും നമ്മൾ കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 into 5 എന്ന് വെച്ചാൽ 10.
പിന്നെ 1/4 into 5 എന്ന് വെച്ചാൽ 1/4 which is equal to 11 1/4. Another way to do this, മറ്റൊരു മെത്തേഡ് എന്താണ്? 2 1/4 into 5 നമ്മൾ 2 1/4 നമ്മൾ 4 into 2 plus 1/4 എന്ന് എഴുതി, അതായത് 9/4 എന്ന് എഴുതി. ദാറ്റ് ഈസ് അത് മൾട്ടിപ്ലൈഡ് ഇൻറ്റു 5. 9 into 5 എന്ന് വെച്ചാൽ 45. 45/4 എന്ന ആൻസർ വരും. അതിനെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതുമ്പോൾ 11 1/4 എന്ന് വരും. How do we calculate 3 half times 2 quarter? Writing 2 1/4 as 9/4 and 3 1/2 as 7/2. രണ്ടിനെയും നമ്മൾ ആദ്യം ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റി 3 1/2 7/2 എന്നും 2 1/4 9/4 എന്നും എഴുതി. എന്നിട്ട് രണ്ടും കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. 7 into 9 divided by 2 into 4 63/8. 63യെ നമ്മൾ 8ന്റെ റിമൈൻഡറും മൾട്ടിപ്പിളും ആക്കിയിട്ട് മാറ്റി എഴുതി. സോ 56 plus 7 divided by 8 എന്ന് വരും. 56/8 എന്ന് വെച്ചാൽ 7 ആണ്. ബാക്കി 7/8. Now try these problems yourself. ഇനി നമുക്ക് താഴെ തന്നിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. Question 1. 1.5 meters of cloth is needed for a shirt. How much cloth is required for 5 such shirts? ഒരു ഷർട്ട് തയ്ക്കാനായിട്ട് 1.5 അതായത് 1.5 മീറ്റർ നീളമുള്ള ക്ലോത്ത് വേണം, തുണി വേണം. അങ്ങനെയാണെങ്കിൽ അതുപോലെയുള്ള 5 ഷർട്ട്സ് തയ്ക്കാൻ എത്ര ക്ലോത്ത് വേണം എന്നാണ് ക്വസ്റ്റ്യൻ. സോ ക്ലോത്ത് നീഡഡ് ഫോർ 1 ഷർട്ട് എന്ന് പറയുന്നത് 1.5 ആണ്. 1/2. അങ്ങനെയുള്ള 5 ഷർട്ട്സിന് എത്ര ക്ലോത്ത് വേണ്ടി വരും? 5 into 1/2. നമുക്ക് 1/2 മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതാം. സോ 2 into 1 plus 1 divided by 2. 3/2 ആണ് വരിക. സോ 5 into 3/2. 15/2 ആണ് ആൻസർ. 15 നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കാം. സോ 15 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 15 7. 7 into 2 equal to 14. 15 minus 14 equal to 1. So 7 1/2 ആണ് ആൻസർ. Question 2. The price of 1 kilogram of okra is 30 rupees. What is the price of 2.5 kilograms? 1 കിലോഗ്രാം വെണ്ടയ്ക്കയുടെ വില 30 രൂപയാണ്. അങ്ങനെയുള്ള 2.5 കിലോ വെണ്ടയ്ക്ക, അതായത് 2.5 kilograms വെണ്ടയ്ക്കയ്ക്ക് എത്ര രൂപയാവും എന്നാണ് ക്വസ്റ്റ്യൻ. സോ പ്രൈസ് ഓഫ് 1 കിലോഗ്രാം okra എന്ന് പറയുന്നത് 30 rupees ആണ്. 2.5 kilograms ആവുമ്പോൾ 30 into 2.5. 2.5 അല്ലെങ്കിൽ 1/2 നമുക്ക് മാറ്റി എഴുതാം. 2 into 2 plus 1 divided by 2. 5/2 ആണ് ആൻസർ. 30 into 5/2 ചെയ്യണം. 5 into 30 എന്ന് പറയുന്നത് 150 ആണ്. 150/2 ആണ് നമ്മൾ ചെയ്ത് നോക്കേണ്ടത്. which is equal to 75 ആണ് ആൻസർ. നമ്മൾ ചെയ്ത് നോക്കാം. 150 15 7 times 2 പോകും. 7 into 2 equal to 14 ആണ്. 15 minus 14 is equal to 1 ആണ്. ബാക്കിയുള്ള 0 നമുക്ക് ഇറക്കി എഴുതാം. സോ 10 എത്ര 2 പോകും? 5 ആണ്. 5 into 2 is equal to 10 ആണ്. സോ ആൻസർ 75 ആണ്. 75 rupees വേണ്ടി വരും. Question 3. A person walks 2.5 kilometers in an hour. At the same speed, how far will he walk in 1.5 hours? ഒരാള് 2.5 kilometer, 1 മണിക്കൂർ കൊണ്ട് 2.5 kilometers നടക്കും. അതായത് 1/2 kilometers നടക്കും. അതേ സ്പീഡിൽ അയാള് 1.5 hour കൊണ്ട് എത്ര കിലോമീറ്റർ നടക്കും എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ കാണേണ്ടത് 2 1/2 into 1 1/2 ആണ്. സോ ഇവിടെ നമുക്ക് രണ്ടും ഇംപ്രോപ്പർ ഫ്രാക്ഷനിലാണ് തന്നിരിക്കുന്നത്. ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റണം രണ്ടും. 2 1/2 എന്ന് പറയുമ്പോൾ 2 into 2 plus 1 divided by 2. 5/2 ആണ്. 1 1/2 എന്ന് പറയുമ്പോൾ 2 into 1 plus 1 divided by 2. 3/2 ആണ്. സോ കാണേണ്ടത് 5/2 into 3/2 ആണ്. 5 into 3 15 ആണ്. 15/4 ആണ് ആൻസർ. 15 4 വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 15 3 times 4 പോകും. 3 into 4 is equal to 12 ആണ്. 15 minus 12 is equal to 3. സോ 3/4 ആണ് ആൻസർ. അത്രയും കിലോമീറ്റേഴ്സ് അദ്ദേഹം നടക്കേണ്ടി വരും. Question 4. Roni has 36 stamps with her. Sahira says she has 2.5 times this. How many stamps does Sahira have? റോണിയുടെ കയ്യിൽ 36 സ്റ്റാമ്പ്സ് ഉണ്ട്. സഹീറ പറഞ്ഞു അതിന്റെ 2.5 times കൂടുതൽ സ്റ്റാമ്പ്സ് സഹീറയുടെ കയ്യിലുണ്ട് എന്ന്. സോ റോണിയുടെ കയ്യിലുള്ളത് 36 സ്റ്റാമ്പ്സ്, സഹീറയുടേത് 1/2 into 36. അത്രയും നമ്മൾ ചെയ്യണം. സോ 2 1/2 നമുക്ക് മാറ്റി എഴുതുമ്പോൾ 2 into 2 plus 1/2. 5/2 ആണ് ആൻസർ. 5/2 into 36 നമ്മൾ ചെയ്യണം. 5 into 36 equal to 180 ആണ്. 180/2 നമുക്ക് ചെയ്യാം. 90 ആണ് ആൻസർ അല്ലെ. സിമ്പിൾ ആണ്. 18 9 times 2 പോകും. ബാക്കിയുള്ള 0 ഇട്ട് കൊടുത്താൽ മതി. സോ 90 സ്റ്റാമ്പ്സ് ആണ് സഹീറയുടെ കയ്യിൽ ഉള്ളത്.
Question 5. Georgie works 4.5 hours each day. How many hours does he works in 6 days? ജോർജ് ഒരു ദിവസം 4.5 hours 4.5 മണിക്കൂർ ജോലി ചെയ്യും. അങ്ങനെയാണെങ്കിൽ 6 ദിവസം കൊണ്ട് എത്ര മണിക്കൂർ ജോലി ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ. സോ 1 ഡേ ചെയ്യുന്നത് 4.5 hours ആണ്. സോ 6 days ആണെങ്കിൽ 6 into 4.5. 6 into 4 1/2. 4 1/2 നമുക്ക് ആദ്യം മാറ്റി എഴുതാം. 2 into 4 plus 1 divided by 2 which is equal to 9/2. സോ നമ്മൾ കാണേണ്ടത് 6 into 9/2 ആണ്. 6 into 9 എന്ന് വെച്ചാൽ 54 ആണ്. സോ 54/2. 54നെ 2 വെച്ച് നമുക്ക് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്തൂടെ? യെസ് പറ്റും. 54/2 ചെയ്ത് നോക്കാം. 5ൽ 2 ടൈംസ് പോവും. 2 into 2 is equal to 4 ആണ്. 5 minus 4 is equal to 1. 1ൽ 4 ഇറക്കി എഴുതുന്നു. 14ൽ 2 7 ടൈംസ് പോവും. 7 into 2 is equal to 14 ആണ്. സോ ആൻസർ 27 ആണ്. ആൻസർ 27 hours ആണ് വർക്ക് ചെയ്യുന്ന ടൈം. ക്വസ്റ്റ്യൻ 6. കാൽക്കുലേറ്റ് ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നത് ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. ഫസ്റ്റ് 4 times 5 1/3. 4 into 5 1/3 ആണ് ചെയ്യേണ്ടത്. അത് നമുക്ക് 5 1/3 മാറ്റി എഴുതാം. 3 into 5 plus 1 divided by 3 16/3. സോ 4/16/3 ആണ് നമുക്ക് ചെയ്യേണ്ടത്. 4 into 16/3 ആണ് നമുക്ക് ചെയ്യേണ്ടത്. 4 into 16 എന്ന് വെച്ചാൽ 64 ആണ്. 64/3. പിന്നെ വേണമെങ്കിൽ നമുക്ക് മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതാം. 64/3 ചെയ്ത് നോക്കാം. 6ൽ 3 2 ടൈംസ് ആണ്. 2 into 3 is equal to 6 ആണ്. ബാക്കി 4 താഴേക്ക് ഇറക്കി എഴുതാം. 4ൽ 3 1 ടൈം. 1 into 4 is equal to 3 ആണ്. ബാക്കി റിമൈൻഡർ 1. സോ 21 1/3 ആണ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ 4 1/3 times 5. 4 1/3 into 5 ആണ് ചെയ്യേണ്ടത്. സോ അതെങ്ങനെ വരും മക്കളെ? 4 1/3 നമുക്ക് മാറ്റി എഴുതാം. 3 into 4 plus 1/3 ആണ്. 13/3 into 5. അതും 13 into 5 ചെയ്യാം. 65 ആണ്. 65/3 ആണ് ചെയ്യേണ്ടത്. മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതിയാൽ 65/3 ചെയ്ത് നോക്കാം. 6ൽ 3 2 ടൈംസ് വരും. 2 into 3 equal to 6 ആണ്. 5 ഇറക്കി എഴുതുക. 5ൽ 3 1 ടൈം ആണ്. 1 into 3 is equal to 3. സോ റിമൈൻഡർ 2 വരും. സോ 21 2/3 ആണ് ആൻസർ. മൂന്നാമത്തേത് 1 1/2 times 2/3. ഇവിടെ 1 1/2നെ നമ്മൾ മാറ്റി എഴുതാം. 2 into 1 plus 1/2. 3/2 ആണ്. 3/2 into 2/3 ആണ് ചെയ്യേണ്ടത്. സോ സിമ്പിൾ അല്ലേ? നേരിട്ട് തന്നെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3 into 2 is equal to 6. 2 into 3 is equal to 6. 6/6 is equal to 1 ആണ് ആൻസർ. 4 2/5 times 2 1/2. അതിൽ നമുക്ക് 2 1/2നെ നമുക്ക് ആദ്യം മാറ്റി എഴുതാം. 2 into 2 plus 1 divided by 2 5/2. സോ 2/5 into 5/2 ആണ് ചെയ്യേണ്ടത്. 2 into 5 10 ആണ്. 10/5 into 2 10 ആണ്. 10/10 that means 1. സോ അതിന്റെ ആൻസറും 1 ആണ്. ഇനി ഫിഫ്ത്ത് 2 1/2 times 5 1/2. സോ ഇതിൽ രണ്ടും നമുക്ക് മിക്സഡ് ഫ്രാക്ഷനിലാണ് വരുന്നത്. ആദ്യം രണ്ടിനെ ഇംപ്രോപ്പറിലേക്ക് മാറ്റാം. 2 1/2നെ മാറ്റുമ്പോൾ 2 into 2 plus 1/2 5/2 ആണ്. 5 1/2നെ മാറ്റുമ്പോൾ 2 into 5 plus 1/2 11/2 ആണ്. സോ 5/2 into 11/2 ആണ് ചെയ്യേണ്ടത്. 5 into 11 55. 2 into 2 4. സോ 55 divided by 4 ആണ് നമുക്ക് ചെയ്യേണ്ടത്. 55ന് 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ 5ൽ 4 1 ടൈം. 1 into 4 4. 5 minus 4 1 ആണ്. പിന്നെ ബാക്കിയുള്ള 5 താഴേക്ക് ഇറക്കി എഴുതുന്നു. സോ 15ൽ 4 3 ടൈംസ് പോവും. 3 into 4 12 ആണ്. 15 minus 12 is equal to 3. സോ 13 3/4 ആണ് ആൻസർ. ഫ്രാക്ഷണൽ ഏരിയ. We have studied areas of rectangle in class 5. A rectangle is 5 centimeters long and 3 centimeters high. What is the area in square centimeters? ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് എന്ന് പറയുന്നത് 5 സെന്റിമീറ്ററും ഹൈറ്റ് എന്ന് പറയുന്നത് 3 സെന്റിമീറ്ററും ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഏരിയ സ്ക്വയർ സെന്റിമീറ്ററിൽ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് സിമ്പിൾ ആയിട്ട് 3 into 5 വെച്ച് ചെയ്യാം. ഇതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ സ്ക്വയേഴ്സ് ഒക്കെ വരച്ച് കട്ട് ചെയ്ത് അങ്ങനെ വരയ്ക്കാം. സോ എങ്ങനെയാലും നമുക്ക് 15 സ്ക്വയർ സെന്റിമീറ്റേഴ്സ് ആയിരിക്കും ആൻസർ വരുന്നത്. What happens if the sides of length centimeters and 1/2 centimeters? ഇനി ഇതിന്റെ ഒരു സൈഡിലെ ലെങ്ത് 1/2 ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മൾ 5 into 3 ചെയ്തതുപോലെ 5 into 1 1/2 ചെയ്യേണ്ടി വരും അല്ലെ? സോ ദ ഏരിയ is half of 15, that is 7 1/2 square centimeter.
നമ്മൾ 3യുടെ ഹാഫാണ് എടുത്തത്, അതായത് 1/2 ആണ്, 1/2 ആണ് എടുത്തത്. സോ ഏരിയയും അതുപോലെ 15ന്റെ നേരെ പകുതിയായിട്ടുള്ള 7.5 വരും. മനസ്സിലായോ? ലെങ്ത് ഹാഫ് എടുത്തതുകൊണ്ട് അതിന്റെ ഏരിയയും നേരെ ഹാഫ് ആയിട്ട് മാറും. This may be done in another way. What is the area of each small rectangle in the top row of the picture on the right? 15 അല്ലെ? Each one half is area of the square with area 1 square centimeter. So we can say that the area of each rectangle is half square centimeter. Taking 5 of them together, the total area is 5 into 1/2, which is equal to 2 1/2 square centimeters. So the area of larger rectangle is 5 plus 2 1/2, which is equal to 7 1/2 square centimeter. How do we calculate the area of rectangle with sides of length half centimeter and 1/3 centimeter? ഇനി ഇതുപോലെ ലെങ്ത് രണ്ടിന്റെ സൈഡിന്റെ ലെങ്ത് ഒന്നിന്റെ സൈഡ് 1/2ഉം ഒന്നിന്റെ അതായത് ഹാഫും പിന്നെ ഒന്ന് 1/3 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 1/2 into 1/3 ചെയ്യും അല്ലെ? ബിക്കോസ് ഏരിയയുടെ ഫോർമുല എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെങ്കിൽ സൈഡ് ഇൻറ്റു സൈഡ് ആണ്. ഓക്കെ, സോ 1/2 into 1/3 വരും. To draw such a rectangle, we first draw a square of side 1 centimeter. Then we draw one vertical line and two horizontal lines to split it into 6 equal parts. Each small rectangle has sides half centimeter and 1/3 centimeter. What about this area? നോക്കൂ മക്കളെ, ഇതിനു വേണ്ടിയിട്ട് ഇവർ ആദ്യം ചെയ്തിരിക്കുന്നത് ഒരു റെക്ടാങ്കിൾ വരച്ചു അല്ലെങ്കിൽ ഒരു സ്ക്വയർ വരച്ചു. അതിനെ 1/2 ആയിട്ട്, അതായത് ഹാഫ് ആയിട്ടും പിന്നെ 1/3 ആയിട്ടും 3 പോർഷൻസ് ആയിട്ടും കട്ട് ചെയ്തു. ഒരു ഭാഗം വെർട്ടിക്കലി എന്താണ് 2 ഹൊറിസോണ്ടലി 3 ലൈൻസുമായിട്ട് മാറ്റിയിട്ട് അങ്ങനെ ടോട്ടൽ 6 ബോക്സസ് അതിനുള്ളിൽ കിട്ടും. അതിലൊരു പാർട്ടാണ് നമുക്ക് എന്താണ് 1/2 into 1/3 എന്ന് പറയുന്നത്. ഇതിന്റെ ടോട്ടൽ ഏരിയ എന്ത് വരും മക്കളെ? 1/2 into 1/3 നമ്മൾ പറഞ്ഞു. Each of them is 1/6 of the large square. ആ വലിയ സ്ക്വയറിന്റെ 1/6 പാർട്ടാണ് ഓരോ ചെറിയ സ്ക്വയർസും വരുന്നത്, അതായത് 1/2 into 1/3. The area of the square is 1 square centimeter. So the area of the small rectangle is 1/6 square centimeter. What about the area of rectangle with sides of length 1/3 centimeters and 1/5 centimeter? ഇനി ഒരു റെക്ടാങ്കിൾ എടുക്കുകയാണ്, അതിന്റെ ലെങ്ത് 1/3യും മറ്റൊരു സൈഡിന്റെ ലെങ്ത് 1/5 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഏരിയ എങ്ങനെ വരും? 1/3 into 1/5, which is equal to 1/15 വരും. What is the area of a rectangle of length 5 1/2 centimeters and breadth 3 1/3 centimeters? ഇനി ഒരു ഏരിയയുടെ ലെങ്ത് 5 1/2ഉം ബ്രെഡ്ത്ത് 3 1/3 ആണെങ്കിൽ അതിന്റെ ഏരിയ എങ്ങനെ വരും? അവിടെയും മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് വരുന്നത്. 5 1/2 into 3 1/3. 10 lines of length half centimeter each make 5 centimeters. To make 5 half centimeters, we need one more such line. ഇവിടെ ചെയ്തിരിക്കുന്നത് ആദ്യം ഇതിനെ 11 പാർട്സ് ആക്കിയിട്ട് കട്ട് ചെയ്തു. അതായത് 5 1/2 എന്നുള്ളതിനെ നമുക്ക് 2 into 5 plus 1 divided by 2 എന്ന് എഴുതിക്കൂടെ? 11/2 എന്ന് എഴുതിക്കൂടെ? അങ്ങനെയാണ് കേട്ടോ 11 പാർട്സ് ആക്കിയിട്ടുള്ളത്. So 11 into 1/2 എന്ന് എഴുതിയിട്ടുണ്ട്. Now let's divide half side of the now let's divide the left side of the rectangle into parts of length 1/3 centimeter. ഇതിന്റെ ലെഫ്റ്റ് സൈഡ് 1/3 centimeter നമ്മൾ കട്ട് ചെയ്യുന്നു. അതിൽ നിന്ന് 9 ലൈൻസ് നമ്മൾ എടുക്കുന്നു. കാരണം 3 1/3 എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതുമ്പോൾ 3 into 3 plus 1 divided by 3 10/3 എന്നാണ് വരുന്നത്. അങ്ങനെയാണ് 3 1/3 equal to 10 into 1/3 എന്ന് വന്നത്. We now fill part of the rectangle with small rectangles of length half centimeter and breadth 1/3 centimeter. ഇനി വലിയ റെക്ടാങ്കിളിന് നമുക്ക് ലെങ്ത് ഹാഫ് സെന്റിമീറ്റർ ഉള്ള ചെറിയ റെക്ടാങ്കിളും പിന്നെ 1/3 സെന്റിമീറ്റേഴ്സ് ഉള്ള ചെറിയ റെക്ടാങ്കിളുണ്ട് ബ്രെഡ്ത്തുമാക്കി നമ്മൾ മാറ്റുന്നു. Then how many such small rectangles are needed to fill the rectangle completely? അപ്പൊ ആ വലിയ റെക്ടാങ്കിൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ചെറിയ റെക്ടാങ്കിൾസ് വേണ്ടി വരും? 110 വേണ്ടി വരും. 11 into 10 110 റെക്ടാങ്കിൾസ് വേണ്ടി വരും. ഈച്ച് ഓഫ് ഏരിയ 1/6 സ്ക്വയർ സെന്റിമീറ്റർ. അതായത് അതിനുള്ളിലുള്ള ഓരോ ചെറിയ റെക്ടാങ്കിളിന്റെയും ഏരിയ 1/6 സ്ക്വയർ സെന്റിമീറ്റർ ആയിട്ടുള്ള 110 ചെറിയ റെക്ടാങ്കിൾസ് നമുക്ക് വേണ്ടി വരും. സോ ടോട്ടലി ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കണ്ട, പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും വേണ്ട. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ, ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഓക്കെ, അത് ഇനിയിപ്പോ ഇംപ്രോപ്പർ ഫ്രാക്ഷനിൽ തന്നാലും അതല്ല മിക്സഡ് ഫ്രാക്ഷനിൽ തന്നാലും ഏതിൽ തന്നാലും ശരി ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ടോട്ടൽ ഏരിയ ഈക്വൽ ടു 110 into 1/6, which is equal to 18 1/3 സ്ക്വയർ സെന്റിമീറ്റർ. ലെറ്റ്സ് ടേക്ക് അനദർ ലുക്ക്. മറ്റൊരു രീതിക്ക് ചെയ്യുമ്പോൾ 5 1/2 എന്ന് വെച്ചാൽ 11 into 1/3 2 ആണ്. 3 1/3 എന്ന് പറയുമ്പോൾ 10 into 1/3 ആണ്. സോ എല്ലാം കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 11 into 10 into 1/2 into 1/3 110 into 1/6.
The last multiplication may also be written as 11 into 10 into half into 1 by 3 equal to 11 into 1 by 2 into 10 into 1 by 3, which is equal to 5 1 by 2 into 3 1 by 3. Thus, we see that even if the lengths are in fractions, the area of a rectangle is still the product of the lengths of side. മനസ്സിലായോ? ഏരിയയുടെ ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്ക് ഫ്രാക്ഷനിലാണ് തന്നത് എന്നുണ്ടെങ്കിലും അതിന് മിക്സഡ് ആയിക്കോട്ടെ ഇംപ്രോപ്പർ ആയിക്കോട്ടെ ഏത് ഫ്രാക്ഷനിലാണെങ്കിലും ഒരു റെക്ടാംഗിളിന്റെ ഏരിയ കാണാൻ നമ്മൾ ആ രണ്ട് സൈഡ്സ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഫോർമുല വരുന്നത്. Now try these problems. Question 1. The length and breadth of some rectangles are given below. Find the area of each. ചില റെക്ടാംഗിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. അതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ആദ്യം 3 1/4 സെന്റിമീറ്റേഴ്സും 4 1/2 സെന്റിമീറ്റേഴ്സും. സോ 3 1/4 ഏരിയ എന്ന് പറയുന്നത് എന്തുവരും? ലെങ്ത് 3 1/4, ബ്രെഡ്ത്ത് 4 1/2. ഏരിയ എന്തുവരും? 3 1/4 into 4 1/2. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ആദ്യം ഇംപ്രോപ്പർ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് നമുക്ക് മാറ്റാം ഓരോന്നും. 3 1/4 എന്നുള്ളത് 4 into 3 plus 1 divided by 4, 13/4. 4 1/2 എന്നുള്ളതിനെ മാറ്റുമ്പോൾ 2 into 4 plus 1 divided by 2, 9/2. അപ്പൊ നമ്മൾ കാണേണ്ടത് 13/4 into 9/2 ആണ്. 13 into 9 എന്ന് വെച്ചാൽ 117. 4 into 2 എന്ന് പറയുമ്പോൾ 8. സോ 117 divided by 8 ആണ്. ഇത് നമുക്ക് മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റാം. 11ല് 1 ടൈം 8 പോവും. 1 into 8 is equal to 8 ആണ്. 11 minus 8 is equal to 3 ആണ്. 7 താഴേക്ക് ഇറക്കി എഴുതുന്നു. 37. 37ല് 4 times 8 പോവും. 4 into 8 is equal to 32 ആണ്. സോ ആൻസർ 37 minus 32 5 ആണ്. സോ ആൻസർ 14 5/8 ആണ്. രണ്ടാമത്തേത് 5 1/3 മീറ്റേഴ്സും 6 3/4 മീറ്റേഴ്സും ആണ്. സോ ആ 5 1/3 നമ്മൾ മാറ്റി എഴുതുമ്പോൾ 3 into 5 is equal to 15 plus 1 16/3 ആണ്. അതും പിന്നെ 6 3/4 നമ്മൾ മാറ്റി എഴുതുമ്പോൾ 4 into 6 plus 3 divided by 4. 4 into 6 24 ആണ്. 24 plus 3 27/4 ആണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ആദ്യം 16 into 27 കാണണം. അത് കാണുമ്പോൾ 432 ആണ് വരിക. 432 divided by 3 into 4 12 ആണ്. 432നെ നമുക്ക് 12 വെച്ച് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് അതിനെ എന്താണ് മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ പറ്റുമെന്ന് നോക്കാം. 43യിൽ എത്ര 12 ഉണ്ട്? 3 ആണ്. 3 into 12 is equal to 36 ആണ്. 43 minus 36 7 ആണ്. 7ൽ 2 താഴേക്ക് ഇറക്കി എഴുതാം. സോ 72ൽ 6 12 ആണ്. 6 into 12 is equal to 72. സോ ആൻസർ 36 ആണ് നമുക്ക് വരുന്നത്. മൂന്നാമത്തേത് 1 1/3 മീറ്റേഴ്സും 3/4 മീറ്റേഴ്സും ആണ്. ഇതിൽ നമുക്ക് 1 1/3 മാത്രം മാറ്റിയാൽ മതി. 3 into 1 plus 1 4/3 ആണ്. 4/3 into 3/4 ആണ് ചെയ്യേണ്ടത്. 4 into 3 is equal to 12 ആണ്. 3 into 4 is equal to 12, which is equal to 12/12 equal to 1 square centimeter ആണ്. ഇനി ക്വസ്റ്റ്യൻ 2 നോക്കൂ. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് 1 1/2 മീറ്റർ? 1 1/2 മീറ്റർ ആണ് ഒരു സ്ക്വയറിന്റെ ഏരിയ. ഒരു സൈഡിന്റെ ലെങ്ത്. ആ സ്ക്വയറിന്റെ ഏരിയ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. സോ 1 1/2 എന്ന് വെച്ചാൽ അത് 2 into 1 plus 1/2 ആണ്. അതായത് 3/2 ആണ് ഒരു സൈഡിന്റെ ലെങ്ത്. അത്രയും സെന്റിമീറ്റർ കേട്ടോ. സോ സ്ക്വയർ ആയതുകൊണ്ട് എല്ലാ സൈഡ്സും ഈക്വൽ ആവും. സോ ഒരു സൈഡ് 3/2 ആണെങ്കിൽ 4 സൈഡും ഈക്വൽ ആവും. 3/2 തന്നെ. സോ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ സൈഡ് ഇൻറ്റു സൈഡ് ആണ്. ദാറ്റ് മീൻസ് 3 into 2 into 3/2 into 3/2. 3 into 3 9 ആണ്. 9/4. 2 into 2 4 ആണ്. 9/4 സ്ക്വയർ സെന്റിമീറ്റർ ആണ് ഏരിയ വരിക. നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം മിക്സഡ് ഫ്രാക്ഷനിലേക്ക്. 9ൽ 1 time 4 പോവും. 1 into 4 is equal to 8 ആണ്. 9 minus 8 is equal to 1. So 1 1/4 ആണ് ആൻസർ. Question 3. The perimeter of a square is 14 meters. What is its area? പെരിമീറ്റർ ആണ് തന്നിട്ടുള്ളത്. അതും ഒരു സ്ക്വയറിന്റെ കേട്ടോ. പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? 4 സൈഡും ആഡ് ചെയ്തത്. സോ 4 സൈഡ്സ് ആഡ് ചെയ്തതാണ്. സോ ഇവിടെ സ്ക്വയർ ആയതുകൊണ്ട് തന്നെ സ്ക്വയറിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ അല്ലേ? സോ സ്ക്വയറിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 4 into 1 സൈഡ് ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു 14 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. സോ 1 സൈഡ് എന്തായിരിക്കും? 14/4. ഇവിടെയുള്ള 4നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷന്റെ 4 ഡിവിഷൻ ആവും. സോ 14/4 ആണ് ആൻസർ. ഇത് നമുക്ക് വേണമെങ്കിൽ ചെറുതാക്കി എഴുതാം. 2നെയും 2 വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 14നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 ആണ്. 4നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2. സോ 7/2 സെന്റിമീറ്റർ ആണ് ഒരു സൈഡ് വരുന്നത്. സ്ക്വയറിന്റെ ഒരു സൈഡ് 7/2 ആണെങ്കിൽ അതിന്റെ ഏരിയ എന്ത് വരും? 7/2 into 7/2.
7 into 7 is equal to 49 ആണ്. 4 2 into 2 is equal to 4 ആണ്. സോ 49/4 ആണ് സ്ക്വയർ സെന്റിമീറ്റർ ആണ് അതിന്റെ ഏരിയ വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ മാറ്റി എഴുതാം. 49/4, 4ൽ ഒരു ടൈം 4 പോവും. 4 into 4 is equal to 4 ആണ്. പിന്നെ 9 താഴേക്ക് ഇറക്കി എഴുതാം. 2 times പോവും. 2 into 4 is equal to 8 ആണ്. ബാക്കി റിമൈൻഡർ 1 വരും. സോ 12 1/4 ആണ് ആൻസർ. അത്രയും സ്ക്വയർ സെന്റിമീറ്റേഴ്സ് ആണ് ഏരിയ വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനായിട്ടുള്ളത്. അത്യാവശ്യം ലെങ്ത് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, പക്ഷെ പഠിക്കാനായിട്ട് കാര്യമായിട്ടൊന്നുമില്ല. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഫ്രാക്ഷന്റെ കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. ചെയ്ത ക്വസ്റ്റ്യൻസും ചാപ്റ്ററും ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ 7ാം ക്ലാസ്സിലെ കൂടുതൽ വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പൊ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിനെ വീണ്ടും കാണാം. താങ്ക്